എല്ലാവർക്കും നമസ്കാരം. മാധ്യമങ്ങളും ധാർമ്മികതയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആദ്യം കുറച്ച് പറയാം. ഇത് ഒരു 10 മിനിറ്റ് വീതം. ഇവരെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. പ്രവീൺ രവി ഈ സമകാലീന സംഭവങ്ങളെ, മാധ്യമങ്ങളെയൊക്കെ യഥാവിധം വിലയിരുത്തി സോഷ്യൽ മീഡിയയിലൂടെ നമുക്കെല്ലാവരോടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്ന ഒരാൾ കൂടെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 10 മിനിറ്റാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഈ വിഷയസംബന്ധമായിട്ട് സംസാരിക്കാനുള്ള സമയം. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും, സാധാരണ നമ്മളെ മാധ്യമപ്രവർത്തകർ ഓരോരുത്തരെ വിളിച്ചിരുത്തി സ്റ്റേജിൽ നിന്ന് അവരുടെ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക. ഇന്ന് നമ്മൾക്ക് മാധ്യമപ്രവർത്തകരോട് ചോദിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാവരുടെ കണ്ണിലും വ്യത്യസ്തം. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ധാർമ്മിക ബോധമായിരിക്കില്ല ഇവിടെയുള്ള നിരീശ്വരവാദികൾക്ക് ഈ ധാർമ്മികത എന്നുള്ളതിനെ കുറിച്ച് ഉണ്ടായിരിക്കാം, വ്യത്യാസമായിരിക്കാം. എങ്കിലും മാധ്യമങ്ങൾക്ക് ഒരു പൊതു ധാർമ്മിക ബോധം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ട് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കൊപ്പ എന്ന് പറയുന്ന മലപ്പുറം പ്രോഗ്രാമിൽ നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തുടങ്ങിയത് മത നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മാധ്യമപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ അച്ചടി പ്രസിദ്ധീകരണങ്ങളെല്ലാം വന്നിട്ടുള്ളത് മത ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിങ്ങൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുമായിട്ടും ഭരണകൂട അഴിമതിക്കെതിരെയൊക്കെ പടപൊരുതാനൊക്കെ ഉള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയും അത് ആ രീതിയിൽ വിജയിച്ചു വരികയും ചെയ്തു. ശേഷം ഇന്ന് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ധാർമ്മികതയും പ്രവർത്തനവും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തണം. അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് സംഭവിച്ച തുടക്കത്തിൽ അത് മത ധാർമ്മിക ബോധത്തിൻ്റെ കൂടെ മതപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച പോലെ തന്നെ ഇന്നും മാധ്യമങ്ങൾക്ക് ഇതിനോടെല്ലാം അതേ മനോഭാവം തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ വിഷയത്തിൽ നമ്മളോട് സംവദിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ആളുകളെല്ലാവരും മാധ്യമപ്രവർത്തന രംഗത്തെ പ്രമുഖരാണ്. സെബാസ്റ്റ്യൻ പോൾ സാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആർ സുഭാഷ്, അദ്ദേഹം കൈരളി TV-യുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിരുന്നു. പിന്നെ MP ബഷീർ, അദ്ദേഹം ഇന്ത്യ വിഷൻ തുടങ്ങുന്ന കാലം മുതൽ റിപ്പോർട്ടർ ചാനലിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ഓരോരുത്തരോടായിട്ട് ഈ വിഷയ സംബന്ധമായ അവരുടെ അഭിപ്രായങ്ങൾ ആദ്യം കേൾക്കാം. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു പബ്ലിക് ഇൻട്രാക്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം തന്നെ സെബാസ്റ്റ്യൻ പോൾ സാർ സംസാരിക്കും. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങളിവിടെ സംസാരിക്കേണ്ടത്. മാധ്യമ ധാർമ്മികത അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ധാർമ്മികത അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മികത, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ധാർമ്മികത എന്നത് ധർമ്മത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എല്ലാ ജീവികൾക്കും ഒരു ധർമ്മമുണ്ട്. മനുഷ്യനും ധർമ്മമുണ്ട്. നമ്മളത് മാനവിക ധർമ്മം, മാനവധർമ്മം എന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ മതവുമായി ബന്ധപ്പെടുത്തിയാണ് ധാർമ്മികത രൂപപ്പെടുന്നത്, ധാർമ്മികതയെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് മതാതീതമായ ധാർമ്മികതയുണ്ട്. നമ്മുടെ ഭരണഘടന നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു സെക്കുലർ ഭരണഘടനയാണ്. ആ സെക്കുലർ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന ആശയം മാത്രമല്ല, അതിനപ്പുറത്ത് ഓരോ വ്യക്തിയും എങ്ങനെയായിരിക്കണം എന്ന ഒരു നിലപാട് കൂടി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന ഇത് നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ആശയമാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ആൾ തന്നെയാണ്. ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഭരണഘടനാ ധാർമ്മികത എന്ന വാക്ക് അംബേദ്കർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് സമീപകാലത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശ കേസിലെ വിധി പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡും ആ വാക്ക് ഉപയോഗിച്ചു, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ, ലക്ഷ്യങ്ങൾ, അവയെ മുൻനിർത്തി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന മൊറാലിറ്റി ആണ്. അതെവിടെ നിന്ന് നമ്മൾ കാണുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായും
കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ, പിന്നെ ആർട്ടിക്കിൾ 51A തുടങ്ങിയ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതിലൊക്കെ കൂടി നമ്മൾ വായിച്ച് എടുക്കേണ്ട ഒന്ന് തന്നെയാണ്. മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ജനാധിപത്യത്തിലെ മാധ്യമങ്ങളാണ്. ഒരു ഏകാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ച നടത്താറില്ല. ജനാധിപത്യത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ ഒരു ഉദാഹരണമായി എടുക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയെ അപ്രകാരം പഠനാർഹമായ ഉദാഹരണമായി എടുക്കാമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പൊതുനിലവാരത്തെക്കുറിച്ച് തയ്യാറാക്കുന്ന ആഗോള സൂചികയിൽ തുടർച്ചയായി ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്. 180 രാജ്യങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ 2023 ലഭിച്ചിരിക്കുന്ന സ്ഥാനം 161. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മാധ്യമങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ മാധ്യമധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കുന്നതിലും ചില അപാകതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദാഹരണങ്ങളൊക്കെ മാറ്റിവയ്ക്കാം. മാധ്യമധാർമ്മികത അനിവാര്യമാണോ, ആവശ്യമുള്ളതാണോ എന്നൊരു ചോദ്യമുണ്ട്. മാധ്യമധാർമ്മികത എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളുടെ ധർമ്മം, ആ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല. മാധ്യമം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. അടുത്ത കാലം വരെ പത്രം മാത്രമായിരുന്നെങ്കിൽ പിന്നീട് റേഡിയോ, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ഓൺലൈൻ മീഡിയ, അങ്ങനെ പല തരത്തിലുള്ള മാധ്യമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വഭാവം ഏതായാലും മാധ്യമത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചില കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ത് എന്ന് നമ്മെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. അറിയുന്നതിനുള്ള അവകാശം പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശമായതുകൊണ്ട് അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അതും ഭരണഘടനാപരമായ ഒരു ദൗത്യം എന്ന നിലയ്ക്കാണ്. അറിയിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ്. നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളാണോ എന്ന് വെച്ചാൽ, ലളിതമായി പറഞ്ഞാൽ സത്യം ആണോ നമ്മൾ അറിയുന്നത്? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നമ്മൾ ഈ മാധ്യമധർമ്മം എന്നൊക്കെ പറയുമെങ്കിലും ഈ മാധ്യമങ്ങൾ നമ്മെ അറിയിക്കുന്നത് സത്യമാണോ? ഒരു വായനക്കാരനെ സംബന്ധിച്ച്, പ്രേക്ഷകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ എന്ന നിലയ്ക്ക് നമ്മെ ബാധിക്കുന്ന വിഷയം അതുമാത്രമാണ്. നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്നത്, നമ്മളെ കേൾപ്പിക്കുന്നത് ഇതെല്ലാം സത്യമാണോ? അല്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പറയും. ഇപ്പം എല്ലാ മാധ്യമ ചർച്ചകളിലും ഇപ്പോൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് സത്യാനന്തരകാലം എന്നുള്ളത്, പോസ്റ്റ് ട്രൂത്ത് പീരീഡ്. എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരു വലിയ പ്രയോഗമുണ്ട്, സത്യാനന്തരകാലം. സത്യാനന്തരകാലം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് പോലെ സത്യത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷമുള്ള കാലം എന്നല്ല അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല അർത്ഥമാക്കേണ്ടത്. സത്യാനന്തരം എന്ന് പറഞ്ഞാൽ സത്യം കഴിഞ്ഞു, സത്യത്തിൻ്റെ കാലം കഴിഞ്ഞു. എന്നാണ് ഈ സത്യത്തിൻ്റെ കാലം ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്നിരിക്കാം. അതല്ലാതെ ഏതെങ്കിലും കാലത്ത് ഇതാണ് സത്യകാലം എന്ന് പറയാൻ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം വന്നു, സത്യാനന്തരം. സത്യാനന്തരം എന്ന് പറഞ്ഞാൽ അത് അസത്യത്തിൻ്റെ കാലമാണ്, വ്യാജ വാർത്തയുടെ കാലമാണ്, നിർമ്മിത വാർത്തകളുടെ കാലമാണ്,
മാധ്യമങ്ങളിൽ എന്തെല്ലാം ദോഷങ്ങൾ നമുക്ക് ആരോപിക്കാൻ കഴിയുമോ അവയെല്ലാം നിലനിൽക്കുന്ന കാലമാണ് ഈ സത്യാനന്തര കാലം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ മാധ്യമധർമ്മം എപ്രകാരം പുലർത്തപ്പെടുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്, കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യവുമാണ്. മാധ്യമങ്ങൾ എന്തൊക്കെയോ തമ്മിൽ അറിയിക്കുന്നു, നമ്മളത് അറിയുന്നു, കുറേയൊക്കെ വിശ്വസിക്കുന്നു, ആ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ മാധ്യമധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത്. മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ റിപ്പബ്ലിക്കൻ സംവിധാനത്തിൽ, സെക്കുലർ റിപ്പബ്ലിക്കൻ സംവിധാനത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ, മൂല്യങ്ങൾ എന്താണോ അവയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു ലളിതമായ ഒരു മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ സത്യം പറയുക, അപ്പോൾ എല്ലാ ധർമ്മവും പാലിക്കപ്പെടും. പക്ഷേ സത്യം പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങൾ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക്, നിബന്ധനകൾക്ക്, വ്യവസ്ഥകൾക്ക് എല്ലാം വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൂലധനത്തിൻ്റെ പിടി എന്ന് പറഞ്ഞാൽ അത് ചെറിയ പിടിയല്ല. അതും ആഗോള മൂലധനത്തിൻ്റെ ആകുമ്പോഴോ എല്ലാ മാധ്യമങ്ങളുടെയും അവസ്ഥ അതാണ്. ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാം എന്ന് തന്നെ പറയാം മാധ്യമങ്ങളും അംബാനിയുടെയോ അഡാനിയുടെയോ നിയന്ത്രണത്തിലാണ്. ഈ അംബാനിയുടെയും അഡാനിയുടെയും നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെയാണ് രാജ്യത്തെ 80% ജനങ്ങളും ആശ്രയിക്കുന്നത്. അപ്പോൾ 80% ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അവിടെ പക്ഷപാതിത്വമുണ്ട്, ബയസ് ഉണ്ട്, എല്ലാം ഉണ്ടാവും. എന്തെല്ലാം ദോഷങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ മഹാത്മാഗാന്ധി വിഭാവന ചെയ്തതും പ്രയോഗത്തിൽ വരുത്തിയതുമായ പത്രപ്രവർത്തന ശൈലി, അതൊന്നും ഇപ്പോൾ അനുവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് പുതിയൊരു കാലമാണ്, ഇത് സത്യാനന്തര കാലമാണ്. ഈ കാലത്ത് ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അത്ര ആശാസ്യമായ കാര്യമല്ല എന്ന പൊതുധാരണ നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. എൻ്റെ ബഹുമാന്യരായ സഹ പാനലിസ്റ്റുകൾ കൂടി അവരുടെ പ്രാരംഭ ചിന്തകൾ പങ്കുവച്ചതിന് ശേഷം നിങ്ങളുമായുള്ള സംവാദത്തിലൂടെ ഈ വിഷയത്തിൽ കുറേ കൂടി വ്യക്തത കൈവരുത്താൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമ്മുടെ ആർ സുഭാഷ്, അദ്ദേഹം സംസാരിക്കും ഈ വിഷയത്തിൽ. സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിൽ നിന്നും ബാക്കി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ ഒരു പണ്ടത്തെ ഓർമ്മ വന്നു. എത്ര മിനിറ്റാണ്, 10 മിനിറ്റാണോ എന്ന് ചോദിച്ചു. അത് പണ്ട് കൈരളി തുടങ്ങിയ കാലത്ത് ഈ മാധ്യമ വിചാരം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്തിയുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വരും. ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്തിട്ട് അദ്ദേഹം ചോദിക്കാമായിരുന്നു ഇതേപോലെ, എത്ര മിനിറ്റാണ്? അപ്പോൾ ആ പ്രൊഡ്യൂസർ പറയും 22, അല്ലെങ്കിൽ പരസ്യം കുറവുള്ള ദിവസമാണെങ്കിൽ 24 എന്ന് പറയും. അത് ഇങ്ങനെ അദ്ദേഹം കണ്ടിന്യൂസ് ആയി പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് 24 ആവും. അപ്പോൾ ഈ തരത്തിൽ എന്താ പറയുക, മെഷീനൊന്നും എൻ്റെ ഉള്ളിലില്ല, അത് മോഡറേറ്റർ എന്നെ നിയന്ത്രിക്കുക. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ധാർമ്മികത, അതേപോലെ തന്നെ സത്യസന്ധത, നിഷ്പക്ഷത തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുടെ മേലെ മാത്രം വെച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ ഉള്ള കാര്യങ്ങൾ, ജനാധിപത്യ രീതിയിലുള്ളതിലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മാധ്യമങ്ങളെക്കുറിച്ച് പറയാനാവൂ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കാര്യം പറയേണ്ടി വരും. ജനാധിപത്യത്തെ താങ്ങി നിൽക്കുന്ന മറ്റ് തൂണുകളുടെ അപജയങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മാധ്യമരംഗത്തുള്ള അപജയത്തെക്കുറിച്ച് പറയാനാവും. നമ്മളിപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ എന്നാണ്. ഇത് ഇത്തരം വേദികളിൽ മാത്രമേ ആളുകളിപ്പോൾ പറയാറുള്ളൂ. മാപ്ര എന്നാണ് ഒരു അശ്ലീല ചുവയോടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുക. ഇന്ന്
ഈ ഒരു തൊഴിൽ മേഖലയിൽ, നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ഏറ്റവും വലിയ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. CSDS നടത്തിയ ഒരു പഠനത്തിൽ, ജേർണലിസ്റ്റുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയ ഒരു കാര്യം, 10ൽ 7 പേരും ഈ സ്ട്രെസ് കൊണ്ട് രോഗികളായി മാറുന്ന ആളുകളാണ് എന്നതാണ്. അവരിൽ പകുതിയിലേറെ പേർ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന ഭീതിയിലാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. അവരിൽ ഏതാണ്ട് 16 പേരുടെ സുഹൃത്തുക്കൾക്ക് ഈ കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവരിൽ 5ൽ 3 പേരും കോവിഡ് കാലത്ത് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് നോട്ടീസ് ലഭിച്ചവരാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിലാണെങ്കിൽ 5ൽ 4 പേർക്കും. അപ്പോൾ ഇത്തരം തീർത്തും അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ. ഇതേ സമയത്ത് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുമ്പോഴുണ്ടാവുന്ന ഭരണകൂട വേട്ടയാടലുകൾ, അത് കേന്ദ്രത്തിൻ്റെ വകയാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ വകയാണെങ്കിലും, ഒരു 3-4 പേർ വീതം രാജ്യത്ത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട് പ്രതിവർഷം. ഏതാണ്ട് 250-ൽ പരം ആളുകൾ ഒരു വർഷം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 15-16 പേർ UAPA പ്രകാരം തടവിലാക്കപ്പെടുന്നുണ്ട്. 6-7 ജേർണലിസ്റ്റുകൾ ഇപ്പോഴും ഇതേപോലെ തടവിൽ കഴിയുന്നുണ്ട്. ഇത്രയും ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ വന്നു നിന്ന് നമുക്ക് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് മാത്രം സംസാരിച്ച് അവസാനിപ്പിച്ച് പോകാനാവില്ല. ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, മാധ്യമ മേഖലയുടെ ഒരു രീതി, ഈ പുതിയ ആഗോളവൽക്കരണ നയങ്ങൾ മൂലം അത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത് മാധ്യമ മേഖലയിലാണ്. അവിടെ വലിയ തോതിൽ സമ്പന്നർ, ഇപ്പോൾ സബാഷൻ പോൾ സാറ് പറഞ്ഞതുപോലെ വലിയ തോതിൽ സമ്പന്നർ, കൃത്യമായ ലക്ഷ്യങ്ങളുള്ള സമ്പന്നർ മാധ്യമങ്ങൾ വാങ്ങിക്കൂട്ടി. ഇന്നിപ്പോൾ ഇന്ത്യൻ മീഡിയയിൽ ഏതാണ്ട് 95%-ലധികം മീഡിയ 5-6 പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളുടെ കൈകളിലാണ്. ഈ കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അവിടെ പരസ്യമാണ് അല്ലെങ്കിൽ വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോർപ്പറേറ്റുകളെ ഭരിക്കുന്ന കക്ഷി അവരുടെ ഒപ്പം കൂട്ടുകൂടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ഥിതിയാണ് ഇന്നത്തെ മാധ്യമ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്നത് ഈ ഒരു ഇത്തരമൊരു കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്നത്. ഈ ഒരവസ്ഥയിൽ മീഡിയയെ കൃത്യമായ തരത്തിൽ കയ്യിൽ വെച്ചുകൊണ്ട് എന്താണോ ഒരു സംഘടിതമായ ശക്തി, കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന ശക്തി അവരുടെ ആശയപ്രചരണത്തിന് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മീഡിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലും മറച്ചു വയ്ക്കുകയും വളരെ ഫ്ലിംസിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ മീഡിയ മാറി. നമ്മുടെ മീഡിയയ്ക്ക് വന്ന മാറ്റം ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ ഇത്തവണത്തെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാത്രം മതി. നമ്മുടെ പ്രധാനമന്ത്രി ഒരു യോഗി ആയി അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാർമ്മികനായി മാറി. വളരെ രോമാഞ്ചത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് കൊണ്ടാടിയത്. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും ലീലാവിലാസങ്ങൾ. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണിത് എന്ന് നമുക്ക് തോന്നിക്കാത്ത തരത്തിൽ ഒരു മുഖ്യ പുരോഹിതനെ പോലെ അത് അവതരിപ്പിച്ചു. വളരെ ചുരുക്കം പത്രങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മീഡിയ മാത്രമാണ് ബാബറി മസ്ജിദിനെ സ്മരിച്ചത്. അവിടെ അങ്ങനെ ഒരു കെട്ടിടം പണ്ടുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്ന കാര്യം അന്ന് സ്മരിച്ചത് വളരെ കുറച്ച് ആളുകളാണ്. ബാബറി മസ്ജിദ് തല്ലിപ്പൊളിച്ച സമയത്ത് മുഖപ്രസംഗം എഴുതിയ പത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. പക്ഷേ അവരാരും ഇത്തവണ അത്തരം മുഖപ്രസംഗങ്ങളൊന്നും എഴുതിയില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാമജന്മഭൂമി രാമക്ഷേത്രം രാജ്യത്തുണ്ടാക്കുന്ന ഐശ്വര്യത്തെക്കുറിച്ചും ഐക്യബോധത്തെക്കുറിച്ചുമാണ്. ഈ തരത്തിൽ മീഡിയ മാറി. കോർപ്പറേറ്റുകൾ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ ഭരണകൂടത്തെ കൊണ്ട് മാറ്റിക്കുന്നു, ഭരണകൂടത്തെ കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായി നടത്തുന്നു. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടത് എന്താണോ അതിൻ്റെ കുഴലൂത്തുകാരായി ആളുകൾ മാറുന്നു. ഒരു പാകിസ്ഥാൻ വൈരം പ്രചരിപ്പിക്കുക, ആ സമയത്ത് പാകിസ്ഥാനുമായി അതിർത്തിയിൽ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാകുമ്പോഴേക്കും നമ്മളുടെ അർണബ് ഗോസ്വാമിമാർ അതിൻ്റെ മുകളിൽ ചാടിക്കേറി രാജ്യസ്നേഹം പ്രഖ്യാപിക്കുക. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈനികർ മരിച്ചിട്ടുണ്ടെങ്കിൽ, സൈനികൻ മരിച്ചു എന്ന് കൊടുത്താൽ വലിയ പ്രതിഷേധമാണ്, വീരമൃത്യു എന്നതേ പറയാനാവൂ. അവിടെ വാഹനമിടിച്ച് സൈനികൻ മരിച്ചാലും
സൈനികന് വീരമൃത്യു എന്ന് കൊടുക്കേണ്ട അവസ്ഥ. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ച് ചീത്തവിളിയാണ്. അപ്പോൾ ഈ തരത്തിൽ വ്യാജ ദേശസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ പ്രധാന വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. നാട്ടിൽ കർഷക പ്രക്ഷോഭം ഉണ്ടായി, മണിപ്പൂരിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, അതേപോലെ തന്നെ ഗുസ്തി ചാമ്പ്യന്മാരുടെ ഈ വിഷയങ്ങളുണ്ടായി, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടൊന്നും അതൊന്നും നമ്മുടെ ഈ ഗോഡി മീഡിയ കണ്ടില്ല. കാണേണ്ട കാര്യമില്ലാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഗവൺമെൻറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടമാണ് ഏറ്റവും പ്രധാനം എന്നതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൻ്റെ ഊക്കനുസരിച്ച് അതിനനുസരിച്ച് വഴിമാറാൻ മീഡിയ മാനേജ്മെൻറ്റുകൾ തയ്യാറാവുന്നു. ഏതാണ്ട് 700 മുതൽ 900 കോടി രൂപ വരെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു തവണ ഒരു വർഷം പരസ്യത്തിനായി ചെലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്യമാണ് മുഖ്യ രീതി എന്ന തരത്തിലേക്ക് മീഡിയ ഈ തരത്തിലായതുകൊണ്ട് തന്നെ മറ്റ് പില്ലറുകൾക്ക് സംഭവിക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ചും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല. സാധാരണഗതിയിൽ ജനാധിപത്യത്തെ താങ്ങി നിൽക്കുന്ന മറ്റു തൂണുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അവയം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റീവ് ഫോഴ്സായി മാറേണ്ട മീഡിയ ഈ തരത്തിൽ വളഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും ഒക്കെ സംഭവിക്കുന്നത് എന്താണ് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ജുഡീഷ്യറി നമ്മളെ ആകെ അത്താണിയാണ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴും ആ ജുഡീഷ്യറിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഓരോ വിധി ന്യായങ്ങളും സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോടതികൾ വഴിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ വിധിയായാലും ശബരിമലയുടെ 2ാം വിധിയായാലും ഒക്കെ നമ്മൾ ആ കാര്യങ്ങളിൽ കാണുന്നു. അവിടുത്തെ ന്യായാധിപന്മാരൊക്കെ ഭരണകക്ഷി നോമിനേറ്റ് ചെയ്യുന്ന ഒക്കെ ആയിട്ടുള്ള MP-മാരും അല്ലെ ഗവർണർമാരുമായിട്ടൊക്കെ മാറുന്നു. ഈ തരത്തിൽ വലിയ തോതിലുള്ള മൂല്യത്തകർച്ച ജുഡീഷ്യറിക്ക് സംഭവിക്കുന്നുണ്ട്. ലെജിസ്ലേച്ചറിന് അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ പൂർണ്ണമായും നോക്കുകുത്തിയാണ്. സഭാഷൻ പോൾ സാറൊക്കെ MP ആയിരുന്ന കാലത്ത് ഇതിനു മുമ്പ് അവിടുത്തെ രീതി എന്തായിരുന്നു, ഇപ്പോഴുള്ള പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന് കമ്പയർ ചെയ്താൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ എത്രയോ സമയമെടുത്തിട്ടാണ് ഈ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്തരമൊരു ഡിസ്കഷനില്ല, സെലക്ട് കമ്മിറ്റി ഇല്ല. അതേപോലെ തന്നെ ഇതുമായി പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും പോകുന്നില്ല. പ്രധാനമന്ത്രി തന്നെ വളരെ അപൂർവമായി വന്ന് പങ്കെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. നമ്മളുടെ ആ ഗവർണർമാരായി അയക്കുന്ന ആളുകൾ പ്രതിപക്ഷ സംഘടനകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം അവിടെ പോകുന്നു. ആ നിയമസഭകളെ മുഴുവൻ നോക്കുകുത്തികളാക്കി അവിടെ ആ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നു. അതിനെതിരെ പോലും നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ തരത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും തർക്കങ്ങളും നിൽക്കുമ്പോൾ, ഒരു ജനാധിപത്യത്തിൻ്റെ തൂണുകൾക്ക് മുഴുവൻ ക്ഷതം സംഭവിക്കുമ്പോൾ ടെക്നോളജിക്കലായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ കൂടി ഈ മുഖ്യധാര മാധ്യമങ്ങളെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. പുതിയ ടെക്നോളജിയുടെ വരവ്. ഇപ്പോൾ വാർത്ത അറിയുന്നത് പ്രധാനമായും ന്യൂ മീഡിയ വഴിയാണ്. ആരും ഈ ഒരു പരമ്പരാഗത വാർത്തകളെ നോക്കേണ്ട കാര്യമില്ലാത്ത തരത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നിലനിൽപ്പ് ഭീതി കൊണ്ട് ഈ പുതിയ മീഡിയയുമായി മത്സരിക്കുകയാണ്. പുതിയ മീഡിയ കൊച്ചുകുട്ടികളെ പോലെയാണ്. അതിൻ്റെ ബാല്യദശയിലാണ്, എന്തും കാണിക്കും. ആ കാണിക്കുന്നത് മുഴുവൻ ഇവർ വീണ്ടും ആവർത്തിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഒട്ടും ശുഭോദർഗമായൊരു അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ പുതിയ മീഡിയ വരുന്നു, പുതിയ AI ടെക്നോളജി വരുന്നു. അതൊക്കെ കൂടി വരുമ്പോഴേക്കും അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. ആളുകളുടെ രൂപം, ഭാവം, സംസാരമൊക്കെ വേണമെങ്കിൽ പുതിയ വ്യാജ ബൈറ്റുകൾ വരെ ഉണ്ടാക്കാം. അങ്ങനെ ഇലക്ഷൻ കാലത്ത് നമ്മൾ കാണാൻ പോകുന്ന പൂരം എന്തായിരിക്കുമെന്ന് പറയാനാവില്ല. എന്തായാലും ഒട്ടും ശുഭോദാർഹമായ ഒരു രീതിയിലേക്കല്ല ഇന്ത്യൻ മീഡിയയുടെ യാത്ര. അത് മീഡിയ മാത്രം യാത്ര ചെയ്യുന്നതുകൊണ്ടല്ല, രാജ്യം അങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ആർ സുഭാഷ്. അടുത്തത് നമ്മുടെ MP ബഷീറാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യ വിഷനിലെ റിപ്പോർട്ടറിലെല്ലാം വർക്ക് ചെയ്താണ്. നമ്മുടെ പ്രമാദമായ പല വിഷയങ്ങളും ഇന്ത്യ വിഷൻ ഉയർത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം. ഇവിടെ സുഭാഷും സെബാസ്റ്റ്യൻ പോൾ സാറും പറഞ്ഞത് തുടർച്ചയായി തന്നെയാണ്, അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതിൻ്റെ മാധ്യമങ്ങളിൽ മാത്രമായി എന്തെങ്കിലും പ്രത്യേകത അല്ലെങ്കിൽ എന്തെങ്കിലും ച്യുതി അല്ലെങ്കിൽ മൂല്യശോഷണം സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിലുണ്ടാകുന്ന മൂല്യച്യുതി അതിൻ്റെ മാധ്യമങ്ങളിലേക്ക് സ്വാഭാവികമായി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്.
ഇവിടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ആദ്യം മതബോധനത്തിൻ്റെയും പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമായാണ് ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം എന്ന തൊഴിൽ രൂപപ്പെട്ടു വന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ മാധ്യമപ്രവർത്തകരിൽ നല്ലൊരു വിഭാഗം രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനാണ് ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ചും കളത്തിലിറങ്ങി ഫീൽഡിലിറങ്ങി ജോലി ചെയ്ത മാധ്യമപ്രവർത്തകർ. ഇന്ത്യയിലെ പൊതുസമൂഹവും ഇന്ത്യയിലെ വളരെ വിദൂരമായ ഗ്രാമങ്ങളിലെ പൊതുജനങ്ങളും മാധ്യമങ്ങളും തമ്മിൽ ഒരു അലിഖിതമായൊരു ബോണ്ട് രൂപപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ എണ്ണമറ്റ വർഗീയ കലാപങ്ങളിലും അതുപോലെയുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളിലുമെല്ലാം മാധ്യമപ്രവർത്തകർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഗ്രാമങ്ങളുടെ യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയോ ഇത് ഞങ്ങൾക്ക് വേണ്ടി സത്യം പറയുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അധികാരികളോട് സംസാരിക്കാനുള്ള ഇടനിലക്കാരാണ് ഈ മാധ്യമപ്രവർത്തകർ എന്ന ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. ആ ബോണ്ട്, അലിഖിതമായ ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെ ഇന്ത്യൻ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അതിനുള്ള കാരണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഈ മാധ്യമങ്ങളെ ഒന്നാകെ തന്നെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമായി മാധ്യമപ്രവർത്തനം എന്ന തൊഴിലിനെ പരിവർത്തിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ സുഭാഷ് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞൊരു 10-15 വർഷമായി കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ തോതിലുള്ളൊരു മാധ്യമ ചർച്ചാ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തനത്തിലെ ചില ദുഷിച്ച പ്രവണതകളും മാത്രമാണ് ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന മട്ടിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. മാപ്ര എന്ന വിളി അതിൻ്റെ പാരമ്യമാണ്. ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ടായ മൂല്യച്യുതി മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവ് എന്ന അവസ്ഥയിലേക്ക്, എന്ന തരത്തിലേക്കുള്ളൊരു പ്രചാരണം നടക്കുന്നു. ഞങ്ങൾക്ക് പൊതുവെ ഈ ജോലിയിൽ നിന്നുകൊണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് പൊതുവായി ഒരു തരം ഒരു വിപ്പിംഗ് ബോയ് അനുഭവമാണ് ഉണ്ടാക്കാറ്. മറ്റൊരു പ്രഭുകുടുംബത്തിലെ കുട്ടിയെ ഗുണദോഷിച്ച് വളർത്താൻ വേണ്ടി മറ്റൊരാളെ, പ്രഭുകുടുംബത്തിൽ പെടാത്ത ഒരു കുഞ്ഞുകുട്ടിയെ കൂടെ വളർത്തുകയും ഈ പ്രഭുകുടുംബത്തിലെ കുട്ടിയുടെ തെറ്റുകൾക്ക് മറ്റേ കുട്ടിയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി 15-16 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ആ അടികൊള്ളുന്ന കുട്ടിയുടെ പേരാണ് വിപ്പിംഗ് ബോയ്. അതുപോലെ ഞങ്ങൾക്കെല്ലാം ഒരു വിപ്പിംഗ് ബോയ് അനുഭവമാണ് പലപ്പോഴും ഈ മാധ്യമ വിമർശനം നേരിടുമ്പോൾ ഉണ്ടാകാറുള്ളത്. മാധ്യമങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊന്നുമല്ല. സ്വയം വിമർശനത്തിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപാട് ഇതിൻ്റെ എഡിറ്റോറിയൽ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നൈതികതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബൗണ്ടറി കടന്നു പോയിരിക്കുന്നു ഇന്ത്യയിലെ, കേരളത്തിലെയും മാധ്യമപ്രവർത്തകർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എങ്കിൽ പോലും കഴിഞ്ഞൊരു 10 വർഷത്തെ കാലം എടുക്കൂ. കഴിഞ്ഞൊരു 10 വർഷത്തെ കാലമാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ബോൾഡായ, ഏറ്റവും ആർജവമുള്ള മാധ്യമപ്രവർത്തനം നടന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരുകളുടെ 2 സർക്കാരുകളുടെ കാലം, അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള കാര്യമെടുത്താൽ, റഫേൽ ഇടപാട്, ജഡ്ജ് ലോയയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അമിത്ഷായുടെ മകൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇങ്ങനെ ഡസൻ കണക്കിന് വാർത്തകൾ. ഒരുപക്ഷെ ഇന്നത്തേതുപോലുള്ള ഒരു ഇന്ത്യയിൽ അചിന്യമാകുന്ന മറ്റൊരു അവരുടെ ജീവൻ പണയം വെച്ച് മാത്രം ചെയ്യാവുന്ന ഒട്ടേറെ വാർത്തകൾ ചെറുകിട മാധ്യമ സംഘങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ചെറുകിട മാധ്യമ സംഘങ്ങൾ, മാധ്യമപ്രവർത്തകരാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമ സംഘങ്ങൾ, വൻകിട കോർപ്പറേറ്റുകളാലല്ല, മാധ്യമപ്രവർത്തകരാൽ നിയന്ത്രിക്കപ്പെടുന്ന ചെറുകിട സംഘങ്ങൾ വലിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലമെടുത്താൽ ഏറ്റവും ബോൾഡായ, ഏറ്റവും ആർജവമുള്ള മാധ്യമ പ്രവർത്തനം നടന്ന കാലവും ഈ 10 വർഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാധ്യമ ധാർമ്മികത പൊതുവായി എടുത്ത, അതേസമയം ഈ രാഷ്ട്രീയ പാർട്ടികൾ അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. എന്നാൽ BJP ഭരണത്തിൽ അതിൻ്റെ പാരമ്യതയിലെത്തി. ഭരണകൂടത്തെ, ദേശീയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവനായും, ആദ്യം CNN, IBN പരമ്പരയിലുള്ള 36 ചാനലുകൾ ഏറ്റെടുക്കപ്പെട്ടു. അതിനുശേഷം NDTV ഏറ്റെടുക്കപ്പെട്ടു. അതിനുശേഷം വഴങ്ങാത്ത മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾക്ക് മേൽ വലിയ
വലിയ സമ്മർദ്ദം ചെലുത്തി അവരെ പരുവപ്പെടുത്തി. ഇങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാൽ മാധ്യമ കോർപ്പറേറ്റുകൾ പിന്തിരിഞ്ഞു നിൽക്കുമ്പോഴും ചെറുകിട മാധ്യമ സംഘങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ അതിൻ്റെ എസൻസ് വിടാത്ത ആളുകൾ, അതിൻ്റെ സബ്സ്റ്റൻസ് വിട്ടുപോകാത്ത ആളുകൾ നിരന്തരമായ അവരുടെ ജീവൻ പണയം വെച്ചുള്ള മാധ്യമപ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പൊതുജനം അതിനെ പിന്തുണക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് വിനോദ് കെ ജോസിനെ കുറിച്ച്, ജോസി ജോസഫിനെ പോലെ, വിനോദ് കെ ജോസഫിനെ പോലെയുള്ള ആളുകളെ മലയാളികളായ ഒരു നല്ല സംഘം പത്രാധിപന്മാർ ദേശീയ തലത്തിൽ ആ കാര്യം വളരെ കൃത്യതയോടുകൂടി നിർവഹിച്ചിട്ടുണ്ട്. ആ കാര്യം മറന്നുകൊണ്ടാണ് മാപ്രാവിളികൾ ആഘോഷിക്കപ്പെടുന്നത്. മാധ്യമങ്ങളുടെ ധാർമ്മികത എന്താണ് എന്ന ചോദ്യത്തിന് പലർക്കും പലതായിരിക്കും മാധ്യമ ധാർമ്മികത. ഞാൻ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഫീൽഡിലിറങ്ങി ഈ ജോലി ചെയ്യുന്ന ആളുകൾ കണക്കാക്കുന്നത്, മാധ്യമപ്രവർത്തനം ജോർജ് ഓർവെലിൻ്റെ ഡെഫിനിഷനാണ് ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ചുരുക്കി പറയുന്ന കാര്യം. ജേർണലിസം ഈസ് സംതിങ് പ്രിൻറ്റഡ് ദാറ്റ് സംവൺ ഡസൻറ്റ് വാണ്ട് ടു പ്രിൻറ്റഡ് എന്നതാണ്. ജേർണലിസം ഈസ് പ്രിൻറ്റിങ് സംതിങ് ദാറ്റ് സംവൺ ഡസൻറ്റ് വാണ്ട് പ്രിൻറ്റഡ്. എവറിത്തിങ് എൽസ് ഈസ് PR, എവറിത്തിങ് എൽസ് ഈസ് പബ്ലിക് റിലേഷൻ എന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അധികാര കേന്ദ്രങ്ങൾ, സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, കോർപ്പറേറ്റുകളെല്ലാം മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ചെറിയൊരു ന്യൂനപക്ഷമെങ്കിലും ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മൂല്യച്യുതി സംഭവിച്ചത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. അവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും ഒന്നിച്ച് പൊളിച്ചു കളയുന്നത്. അതിൻ്റെ കൂടെയാണ് പൊതുജനങ്ങളും എന്ന ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് മാപ്രാവിളികൾ. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷമായി ഈ സംവാദാഘോഷം നടക്കുന്നു എന്ന് പറയുമ്പോൾ, സെബാസ്റ്റ്യൻ പോൾ സാർ കഴിഞ്ഞ ആഴ്ച ഇവിടെ പയ്യന്നൂരിൽ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള ഒരു മാധ്യമ സെമിനാറിൽ പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം തിരിച്ച് കൊച്ചിയിലെത്തിയതേ ഉള്ളൂ. തെയ്യക്കോലത്തിന് മുമ്പിൽ, ദൈവക്കോലത്തിന് മുമ്പിൽ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത സെബാസ്റ്റ്യൻ പോൾ പിന്നെ ഇവിടെ നിരീശ്വരവാദികളുടെ മുമ്പിൽ മാധ്യമങ്ങളെക്കുറിച്ച് അറിയാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ എത്തുകയാണ്. ആയിരക്കണക്കിന് മാധ്യമ സെമിനാറുകളാണ് കേരളത്തിൽ നടക്കുന്നത്. 2004 മുതൽ ഇങ്ങോട്ടാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള 2 നേതാക്കന്മാർക്ക് നേരെ 2 വ്യത്യസ്ത കേസുകൾ ഉയർന്നു വന്നതിനെ തുടർന്നാണ് ഒരു ഭാഗം UDF-ൽ നിന്നും മറുഭാഗം LDF-ൽ നിന്നുമായി മാധ്യമങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത്. അതും ഇപ്പോഴും തുടരുന്നു എന്നതാണ് എൻ്റെ അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടതാണ്. എന്നാൽ അത് കേരളത്തിലേക്ക് ചുരുക്കിക്കെട്ടേണ്ടതോ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതാണ് വലുതെന്നോ എനിക്ക് അഭിപ്രായമില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം മാധ്യമങ്ങളെ വിഴുങ്ങുകയും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മാധ്യമപ്രവർത്തകരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന അത്യപൂർവമായ ഒരു പ്രതിസന്ധിയാണ് മാധ്യമ മേഖല എന്ന തൊഴിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുക എന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മേലെ മാത്രം കൊണ്ടു ചാരേണ്ട ഉത്തരവാദിത്തമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓരോ വ്യക്തികളും മാധ്യമപ്രവർത്തകരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കാറുണ്ട് നമ്മളെല്ലാവരും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു മാധ്യമത്തിലൂടെ നമ്മളെല്ലാവരും ഇടപഴകുന്ന ആളുകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പല വിഷയങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുള്ള ഒരാളാണ് പ്രവീൺ രവി. അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത്. നമസ്കാരം എല്ലാവർക്കും. ഇവിടെ 3 പേരും മാധ്യമപ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വെച്ചത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവർ 3 പേരും പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാധ്യമങ്ങളുടെ മൂല്യച്യുതിക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ധാർമ്മികത ഇല്ലാതെ പെരുമാറുന്നതിൻ്റെ ഒരേ ഒരു ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകരുടെ മാത്രം ചുമലിൽ ചായ്ക്കുന്നത് ശരിയല്ല. അതിനകത്ത് രാഷ്ട്രീയക്കാർ, പൊതുജനങ്ങൾ, ബാക്കി എല്ലാവർക്കും വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഞാനും അതിനോട് യോജിക്കുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകർ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ ശരിയല്ല. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകൾ സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മാധ്യമം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു ബിസിനസ് കൂടിയാണ്. അപ്പം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻഫർമേഷൻ എന്താണ്,
കൂടുതൽ ആളുകൾ എവിടെയാണ് തടിച്ചു കൂടുന്നത്, ഏത് വാർത്തയ്ക്ക് പിന്നിലാണ് ഈച്ച ആർക്കുന്നത് പോലെ ആർക്കുന്നത് എന്നതനുസരിച്ചിട്ടാണ് മീഡിയ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ആഗോളവൽക്കരണത്തിൻ്റെ കുഴപ്പമായിട്ടും അല്ലെങ്കിൽ മൂലധന വ്യവസ്ഥയുടെ കുഴപ്പമായിട്ടും ഒക്കെ ഇടതുപക്ഷ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ ഞാനതിനോടും യോജിക്കുന്നില്ല. കാരണം ഏത് വ്യവസ്ഥയിലായിരുന്നാലും ഏതൊരു സിസ്റ്റവും വർക്ക് ചെയ്യുന്നതിന് മൂലധനം ആവശ്യമാണ്. മൂലധനം കളക്ട് ചെയ്യുന്നത് അതിൻ്റെ കൺസ്യൂമേഴ്സിൽ നിന്ന് തന്നെയാണ്. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ നൈതികതയും അവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളും അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ രാഷ്ട്രീയ ബോധവും ഒക്കെ തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇനിയും ഞാൻ ഈ മാധ്യമ ധാർമ്മികത എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് കാണേണ്ടതുണ്ട്. ഒന്ന്, മാധ്യമ പ്രവർത്തകർ, ജേർണലിസം, എത്തിക്കൽ ജേർണലിസം, അതുപോലെ മീഡിയ ബിസിനസ്. ഞാനിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എത്തിക്കൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇവരെ 3 പേരും പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ടാണ് നമ്മുടെ മാധ്യമരംഗം ഇത്രയേറെ മോശമായത് എന്നാണ്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം മാധ്യമരംഗം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പത്രം ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിനുശേഷം ഈ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും എല്ലാം മാധ്യമപ്രവർത്തകരും ചുമന്നിരുന്നു. അതിൻ്റെ ഒരു എക്സ്ട്രീം എൻഡിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വഴി പൊതുജനങ്ങളും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പൊതുജനങ്ങളുടെ പ്രതികരണം, രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം വന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. മാധ്യമപ്രവർത്തകർ തങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കണം. ഏത് വിഭാഗത്തിലുള്ള ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ശബരിമല വിഷയം വന്നപ്പോൾ മാധ്യമങ്ങളെ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ട് ഭൂരിഭാഗം മാധ്യമങ്ങളും നിലപാടെടുത്തപ്പോൾ അവിടെ നമുക്കറിയാം ശബരിമല വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാധ്യമങ്ങളെ ഒന്നടങ്കം തിരസ്കരിച്ചു. അങ്ങനെ അവിടെ ഭക്തർക്ക് വേണ്ടി ടെലികാസ്റ്റ് നടത്തിയ ജനം TV മാത്രമാണ്. പെട്ടെന്ന് ജനം TVയുടെ റേറ്റിംഗ് കൂടാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ നൈതികതയെല്ലാം മറന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരും നേരെ പയ്യെ കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങുന്നു. ഇപ്പോൾ രാമജന്മഭൂമിയുടെ വിഷയം ഇവിടെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഭക്തിസാന്ദ്രമായ ഈ മതാധിപത്യ ലോകത്തിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് മാധ്യമങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജനതയെ ഇത്തരത്തിൽ മതാധിപത്യ ബോധത്തിൻ്റെ അടിമകളാക്കിയതിൽ ഇവിടുത്തെ ഓരോ മാധ്യമപ്രവർത്തകർക്കും പങ്കുണ്ട്. വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ എങ്കിലും മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ 60-70 കൊല്ലക്കാലം ഇന്ത്യയിൽ പ്രവർത്തിച്ചപ്പോഴൊക്കെ തന്നെ തങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ഈ നൈതികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു എന്നിവർ പറയുന്ന കാലഘട്ടത്തിൽ പോലും ഇവർ പലപ്പോഴും മതാധിപത്യത്തെയും മതപരമായിട്ടുള്ള വാർത്തകളെയും ഒക്കെ പൊതിഞ്ഞു കെട്ടി അവർക്ക് യാതൊരു തരത്തിലുള്ള അപകടവും പറ്റാത്ത രീതിയിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം ധാർമ്മികതയിൽ നിന്നും ആ ധാർമ്മികതയിൽ നിന്നും വഴുതി വീണ് ഇന്നത്തെ മൂല്യച്യുതിയിലേക്ക് പോയതിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും കൂടി പങ്കുണ്ട് എന്ന് ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. പിന്നെ നമ്മൾ മാധ്യമ ധാർമ്മികത എന്ന് പറയുമ്പം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ജേർണലിസത്തെ മീഡിയ ബിസിനസ്സിനെ രണ്ടായി കാണണമെന്ന്. ഒരു ജേർണലിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ സെൻസേഷണലിസം, സെൻസിറ്റിവിറ്റി ആൻഡ് ഗോസിപ്പിംഗ്, ഇതൊന്നും നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത സംഭവമാണ്. സെൻസേഷണലിസം വേണം, പക്ഷേ അവിടെയെല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. എത്ര മാധ്യമപ്രവർത്തകർ അക്കൗണ്ടബിളായി കാര്യങ്ങൾ പറയാറുണ്ട്? പലപ്പോഴും അത് വളരെ കുറവാണ്. പല മാധ്യമപ്രവർത്തകരുടെയും സ്വന്തം രാഷ്ട്രീയം അവരുടെ ചർച്ചകളിലും അവരുടെ പ്രസ്താവനകളിലും അതേപോലെ തന്നെ അവരെഴുതുന്ന വാർത്തകളിലും മുഴച്ചു നിൽക്കാറുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഓരോ മാധ്യമ ചർച്ചകളും നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് മാധ്യമ ചർച്ചകളിൽ വാർത്താവതാരകൻ്റെ റോൾ എന്താണ്? ഏതൊരു വിഷയത്തെക്കുറിച്ചും കൃത്യമായ വിവരം അത് കാണുന്ന കാണികൾക്ക് കൊടുക്കണം എന്നതല്ല അവിടെ ആഗ്രഹം. തനിക്ക് വാദിച്ച് ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഓരോ വാർത്താവതാരകനും ഈ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്നത്. അവിടുത്തെ മാറ്റർ എക്സ്പേർട്ടിനെയോ അങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വൈദഗ്ധ്യമുള്ള ആളുകളെ അല്ല ഇവർ കൊണ്ടുവരുന്നത്. പകരം ഈ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് മസാല കൂട്ടുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ സാധിക്കുന്ന ആളുകളാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ രംഗത്തെ അധപ്പതിച്ചതിൽ ഇവർക്കും പങ്കുണ്ട്, ഇത് കാണുന്ന പൊതുജനങ്ങൾക്കും പങ്കുണ്ട്, ഇവർ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും അതേപോലെ നമ്മുടെ കോടതിക്കും ഒക്കെ പങ്കുണ്ട്. ഞാൻ ആരെയെങ്കിലും ഒരാളെ ഒറ്റ തിരിഞ്ഞിട്ട് കുറ്റപ്പെടുത്തി അവർ മാത്രമാണ് ഇതിന് കാരണമെന്ന് ഞാനും പറയുന്നില്ല. പിന്നെയുള്ളത് ഞാനീ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി, അതുപോലെ എത്തിക്കൽ അഡ്വർടൈസിങ്.
നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കാനായി കുട്ടിച്ചാത്തൻ്റെ മുതലുള്ള പരസ്യങ്ങൾ, ദൈവസഹായം, ദൈവവിളി, ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്നിവർ പറയുമ്പോഴും ഇവർ ഒരു എത്തിക്കൽ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു കാര്യം പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പത്രധർമ്മത്തെക്കുറിച്ചും വളരെയധികം കരുതലുള്ള പത്രാധിപന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഈ പത്രങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ യാതൊരു ലജ്ജയുമില്ലാതെ വച്ച് നീട്ടിയിരുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാദം, ഇവർ മുന്നോട്ട് വെച്ച 3 വാദങ്ങൾ ഞാനത് പരിശോധിക്കണം. ഒന്ന്, ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാര്യം വന്നതോടെ കോർപ്പറേറ്റുകൾ മീഡിയയെ വിഴുങ്ങിയിരിക്കുന്നു. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം മീഡിയ ഈസ് എ ബിസിനസ്. ആ ബിസിനസ്സിൽ അവർ പങ്കുപറ്റുകയാണ്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകളായിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഇതേ ആഗോളവൽക്കരണം നമുക്കെല്ലാം കൊണ്ടു തന്നിട്ടുള്ളൊരു സൗകര്യമുണ്ട്. എന്താണ്? സോഷ്യൽ മീഡിയ വഴി ഈ വാർത്താ ചാനലുകൾക്ക് പാരലായിട്ട് എത്രയോ വ്യക്തികൾ, ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികൾ ഈ വാർത്താ ചാനലുകളേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പുള്ള കോണ്ടൻറ്റുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്ന NDTVയിൽ നിന്ന് പിണങ്ങിപ്പോയ രവീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ചാനലിന് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ്. അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ ഈ BJP സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ വേറെ ഒരു മാധ്യമപ്രവർത്തകനും നമ്മുടെ മുമ്പിൽ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ചാനലിനൊക്കെ കാണുന്ന വ്യൂവർഷിപ്പ്. അപ്പോൾ മീഡിയ, ഞങ്ങളെ കോർപ്പറേറ്റുകൾ മീഡിയയെ വിഴുങ്ങി ആഗോളവൽക്കരണം പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ അതേ ആഗോളവൽക്കരണത്തിൻ്റെയും അതേ മൂലധന വ്യവസ്ഥയുടെയും സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ ഒരു കാര്യം, ഗാന്ധി മോഡൽ ജേർണലിസം. ഗാന്ധി മോഡൽ ജേർണലിസം നല്ലതാണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചോദിക്കേണ്ടത്. ഗാന്ധി മോഡൽ ജേർണലിസവും യഥാർത്ഥത്തിൽ മതാത്മകത പടർത്തുന്ന ഒരു ജേർണലിസം തന്നെയായിരുന്നു. അൾട്രാ നാഷണലിസം, മതം, ഇതെല്ലാം കൊണ്ടുവച്ചാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ പത്രങ്ങളൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ, ജനങ്ങളെ വികാരപരമായി സ്വാധീനിക്കാവുന്ന മതവും ദേശീയതയും തന്നെയാണ് അദ്ദേഹവും ഉപയോഗിച്ചത്. ഇന്ന് അതേ ദേശീയതയ്ക്കും മതാധിപത്യത്തിനുമെതിരെയാണ് മാധ്യമപ്രവർത്തകർ നിലകൊള്ളാൻ സ്വയം ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഗാന്ധി മോഡൽ ജേർണലിസം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് തുടർ ചർച്ചകളിൽ സംസാരിക്കാം. താങ്ക് യു. ഞാൻ 4 പേരോടും എനിക്ക് ചോദിക്കാനുള്ളത്, അതിൽ പ്രവീൺ രവി മാധ്യമപ്രവർത്തകനല്ല, നമ്മുടെ അതിഥികളായി വന്നിട്ടുള്ളവർ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ മാധ്യമപ്രവർത്തനം, ഞാൻ സെബാസ്റ്റ്യൻ പോൾ സാറിനോട് തന്നെ ചോദിച്ചു തുടങ്ങാമെന്ന് ചോദിക്കും. മാധ്യമപ്രവർത്തനം ഒരു തൊഴിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജീവിതമാർഗമായി മാറുമ്പോൾ അതിനൊരു മുതലാളി വരികയും അതൊരു കച്ചവടമാവുകയും മാറുക സ്വാഭാവികമല്ലേ? അതായത് തുടക്കകാലങ്ങളിൽ ഇത് ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ പിന്നീട് അതൊരു ജീവിതമാർഗമാവുമ്പോൾ അതിന് സ്വാഭാവികമായ അപജയങ്ങൾ സംഭവിക്കുന്ന സാധ്യതയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം ശരിയാണ്. മാധ്യമപ്രവർത്തനം അതിൻ്റെ ആരംഭകാലത്ത് തൊഴിൽ എന്നതിലുപരി ഒരു മിഷൻ, ദൗത്യം എന്ന നിലയ്ക്കാണ് അനുവർത്തിക്കപ്പെട്ടു പോന്നിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഇന്നത് തൊഴിലാണ്. പത്രപ്രവർത്തനം തൊഴിലായി മാറിയിരിക്കുന്നു. അവർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യമുണ്ട്. അത് നൽകണമെങ്കിൽ സ്ഥാപനത്തിന് സാമ്പത്തികമായ ആരോഗ്യം ഉണ്ടാവുകയും വേണം. സാമ്പത്തികമായ വശങ്ങൾ പത്രത്തിൻ്റെ പ്രവർത്തന ശൈലിയെ, നയത്തെ സ്വാധീനിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്ന പല ദോഷങ്ങളും അനിവാര്യമാണ് എന്ന് പറയേണ്ടി വരും. പല തെറ്റുകളും ന്യായീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെ നിർലജ്ജം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, സാധൂകരിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്ത പത്രമായിരുന്നു മലയാള മനോരമ. പിൽക്കാലത്ത് അന്നത്തെ ചീഫ് എഡിറ്റർ KM മാത്യു എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അടിയന്തരാവസ്ഥയെയും സെൻസർഷിപ്പിനെയും എതിർക്കണമോ വേണ്ടയോ എന്ന് അവർ ആലോചിച്ചപ്പോൾ ഒരു കാര്യം മുന്നിട്ട് നിന്നത് 1000-ന് മേൽ വരുന്ന അവരുടെ തൊഴിലാളി കുടുംബങ്ങളുടെ നിലനിൽപ്പ്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി, ആ തൊഴിലാളികൾക്ക് വേണ്ടി തങ്ങൾ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരായി എന്നാണ് KM മാത്യു പറഞ്ഞത്. അപ്പം അത് ഒരു വശമാണ്. സ്ഥാപനം നിലനിൽക്കണം. സ്ഥാപനം നിലനിന്നെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഒരു ന്യായം നമ്മളെല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചാൽ
നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവർക്കും ഇത് തന്നെ പറയാമല്ലോ, എല്ലാവർക്കും പറയാം. തെരുവിൽ ശരീരം വിൽക്കുന്ന സ്ത്രീക്കും പറയാനുള്ള ന്യായം എന്താണ്? ഇത് തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരുടെ പട്ടിണി, അവരുടെ കരച്ചിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടുന്ന് തുടങ്ങിയാൽ അങ്ങ് ഏറ്റവും ഉന്നതങ്ങളിൽ എത്തുമ്പോഴും ചോദ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ന്യായങ്ങൾ കണ്ടെത്താം, ന്യായീകരണങ്ങൾ കണ്ടെത്താം. പക്ഷെ അതിനപ്പുറത്ത് എന്താണ് ധർമ്മം എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞാൽ, മാധ്യമപ്രവർത്തകർ തിരിച്ചറിഞ്ഞാൽ ആ ധർമ്മത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറാകണം. അതിന് തടസ്സങ്ങളുണ്ടാകുമ്പോഴാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ഏത് മേഖലയ്ക്കും, അത് മതത്തിൻ്റെ മേഖലയായാലും രാഷ്ട്രീയ മേഖലയായാലും മാധ്യമ മേഖലയായാലും അല്ലെങ്കിൽ ഏത് മേഖലയായാലും രക്തസാക്ഷികൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആ പ്രസ്ഥാനത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ബോധപൂർവമായ വ്യാജ പ്രചരണം, വ്യാജ വാർത്തകളുടെ സൃഷ്ടി, നമ്മൾ ഒരു കാലത്ത് സിൻഡിക്കേറ്റ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടു. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അത് വെറുതെ ഉപയോഗിച്ച പദങ്ങളല്ല. വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായെങ്കിലും അതിനൊക്കെ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് ഒഴിവാക്കിയിട്ട് മുതലാളിമാർ പറയുന്നത് അപ്പടി അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന അടിമ മനോഭാവം മാറ്റി മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നടത്തിപ്പുകാരെയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അത് പത്രജീവനക്കാരായാലും മുതലാളിമാരായാലും ആരായാലും അവർ ഈ ഒരു വാഗ്ദാനം, അത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ വാഗ്ദാനമാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചു കൊള്ളാം എന്നുള്ളത്. ആ വാഗ്ദാനത്തിനും ഉടമ്പടിക്കും അനുസൃതമായ രീതിയിൽ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മാധ്യമ ദൗത്യം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ നിറവേറ്റും എന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യപരമായ ആരോഗ്യവും നിലനിൽപ്പും ഉണ്ടാകുന്നത്. ഞാൻ ഈ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ശ്രീ MP ബഷീർ സാറിനോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാർത്തകൾക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റ്, ഈ കണ്ണൂർ തന്നെ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ താങ്കളൊക്കെ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ ഓഫീസിൽ പിന്നെ ഇത് കൊണ്ടുപോയി ഒരു നോട്ടീസ്, വിഭാഗീയതയുടെ ഒരു നോട്ടീസ് പതിക്കുകയും പിന്നെ അതിനുശേഷം അത് മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതാണെന്ന് പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ഒരു പ്രയോഗം തന്നെ ഉണ്ടാവുകയും ചെയ്തു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊരു സംവിധാനം CPIM ഉന്നയിക്കുന്ന വിധത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിൽ ആരോപണ വിധേയനായ ഒരാളാണ് ഞാൻ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് 2005 മുതൽ 2012 വരെ CPIM-ന്റെ ബീറ്റ് കൈകാര്യം ചെയ്ത ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൊടുത്ത വാർത്തകളെക്കുറിച്ചേ എനിക്ക് പറയാൻ പറ്റൂ. അതല്ലെങ്കിൽ ഞാൻ എഡിറ്ററായിരുന്നപ്പോൾ ഇന്ത്യ വിഷൻ കൊടുത്ത വാർത്തകളെക്കുറിച്ച്, മറ്റുള്ളവർ ചെയ്തതിനെക്കുറിച്ചോ മറ്റാളുകൾ പത്രാധിപന്മാരായിരുന്നപ്പോൾ ചെയ്തതിനെക്കുറിച്ചോ ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതങ്ങനെയാണ്. ആ തൊഴിലിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക മാത്രമേ അതിന് വഴിയുള്ളൂ. എനിക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം, ഇപ്പോൾ CK വിജയൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടറാണ് അന്ന് ആ വാർത്ത ഇവിടുന്ന് കൊടുത്തത്. CK വിജയൻ കോടതിയിൽ പോയിട്ടുണ്ട്, കോടതി അതിൽ വിധി പറഞ്ഞിട്ടുണ്ട്. CK വിജയൻ അതിലൊരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലും CK വിജയന് പങ്കില്ല എന്ന് പറയുക മാത്രമല്ല, കോടതി ചെലവോടുകൂടി ആ കേസ് തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ. രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ പ്രതിരോധത്തിലാകുമ്പോൾ ഉന്നയിക്കുന്നതാണ്. അത്തരം ഒരു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കാറില്ല എന്ന് തന്നെയാണോ അഭിപ്രായം? CPIM-നെതിരെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ജനറ്റിക്കലായി തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ. അത് ദീപികയുടെ ചരിത്രമെടുത്താലും മലയാള മനോരമയുടെ ചരിത്രമെടുത്താലും ഒക്കെ നമുക്കത് മനസ്സിലാകും. ജനറ്റിക്കലായി തന്നെ ഇടതു വിരുദ്ധമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ദീപികയിലൊക്കെ വിമോചന സമരകാലത്ത് ഇല്ലാ കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ദീപികയും മലയാള മനോരമയും വിമോചന സമരകാലത്ത് ജവഹർലാൽ നെഹ്റു കേരളത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ മുഖപ്രസംഗം എഴുതി 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നെഹ്റു വായിച്ച് EMS-നെ പിരിച്ചുവിടാൻ വേണ്ടി.
അങ്കമാലിയിലൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ മനോരമയും മറ്റും എഴുതിയിട്ടാണ് ആ കലാപം അല്ലെങ്കിൽ ആ സംഘർഷം പോലും ഉണ്ടായത്. അങ്ങനെ ജനറ്റിക്കലായി തന്നെ ഇടത് വിരുദ്ധ മാധ്യമങ്ങൾ, കേരളത്തിൻ്റെ മാധ്യമങ്ങളിൽ ഇടത് വിരുദ്ധതയുണ്ട്. പുതിയ കാലത്തെ മാധ്യമങ്ങൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ളതെടുത്താൽ ഐഡിയോളജിക്കലായ വിയോജിപ്പ്, പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ് ഇടതുപക്ഷത്തെക്കുറിച്ചുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ CPIM എന്ന പാർട്ടി കേരളത്തിലെ ഇൻഡിവിജ്വലായ മാധ്യമ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉന്നയിച്ച മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ആരോപണത്തിൽ ആ പറയുന്ന ലെവലിൽ കഴമ്പുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വ്യക്തിപരമായി ഒരു 100 വാർത്തകളെങ്കിലും CPIMനെ കുറിച്ച് ആ കാലത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്ത വാർത്തകളെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ആ 100 വാർത്തകളിൽ ഒന്നുപോലും എനിക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. അതിൽ ഏതാണ്ടെല്ലാം തന്നെ പിൽക്കാലത്ത് ആദ്യം നിഷേധിക്കപ്പെട്ട വാർത്തകൾ പിൽക്കാലത്ത് CPIM അംഗീകരിച്ചിട്ടുമുണ്ട്. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഞാൻ ശ്രീ ആർ സുഭാഷിനോട് ഒരു ചോദ്യം ചോദിക്കണേ. അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഈ ഇടതുപക്ഷം ഇപ്പോഴും അന്ന് മുമ്പ് മനോരമയും ദീപികയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും പറയുന്നൊരു കാര്യമാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരോധികളാണെന്ന്. സത്യത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലിച്ച് സംസാരിക്കുന്ന പല അവതാരകരും മാധ്യമപ്രവർത്തകരും ഉണ്ട്. അവരെ വരെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു ചെറിയ വിമർശനം പോലും താങ്ങാതെ CPM ഇത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഇടത് വിരുദ്ധതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിൽ ബഷീർ പറഞ്ഞ ഉത്തരവുണ്ട്. അതായത് ജന്മനാ തന്നെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇടത് വിരുദ്ധ സ്വഭാവമുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഈ കാഴ്ചപ്പാടുകളുടെ പ്രശ്നം കൂടിയുണ്ട്. CPMനൊക്കെ അവർ ആണ് ശരി, അവർ മാത്രമാണ് ശരി എന്ന വളരെ പ്രഖ്യാപിതമായ നിലപാടുണ്ട്. അവരുടെ അണികളെ പറഞ്ഞ് ബോധിപ്പിച്ച് ആ അണികൾ കൃത്യമായി അത് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ CPMനെതിരെ വരുന്നോ അല്ലെങ്കിൽ അവർ ഭരണത്തിലിരിക്കുമ്പോൾ വരുന്ന ഒരു ആരോപണത്തെ പോലും അവർ CPM വിരുദ്ധതയായി പ്രഖ്യാപിക്കും. ഒരു സർക്കാർ ഓഫീസിൽ, ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ സമയത്തിന് എത്തിയില്ല എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ പോലും അത് ആരോഗ്യവകുപ്പിനെ ലക്ഷ്യമിട്ടിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ള തരത്തിലേക്ക് CPM അണികൾ മാറിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ CPMൻ്റെ അന്തർധാരകളിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം ഇതിനു മുമ്പ് കേരളത്തിൽ ശീലമുണ്ടായിരുന്ന ഒന്നായിരുന്നില്ല. CPMൽ നമുക്കറിയാം 2 ഭാഗങ്ങളായി മാറി നിന്ന് അവർ വലിയ തോതിൽ പോരടിച്ചിട്ടുണ്ട്. അത്തരം പോരുണ്ടാവുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് പാഞ്ഞു ചെല്ലുക മാധ്യമ സ്വഭാവമാണ്. അത് CPMൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അകത്തുണ്ടാവും. കേരള കോൺഗ്രസുകളുടെ രൂപീകരണത്തിൽ പോലും അതുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക കരുണാകരനെയും ആന്റണിയെയും പറ്റിയുള്ള തർക്കങ്ങളും ചർച്ചകളും അവരുടെ ആരോപണ പ്രത്യാരോപണങ്ങളും തർക്കങ്ങളും ഒക്കെ ആകാം. കോൺഗ്രസ്സുകാർ അത് പിന്നെ ആഘോഷിച്ച് എതിരഭിപ്രായം വന്നാലും കുഴപ്പമില്ല. കരുണാകരനൊക്കെ ഉള്ളൊരു വലിയ സംഭവം അതായിരുന്നു. എതിരഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ പടം അല്ലെ എൻ്റെ വാർത്ത ഫ്രണ്ട് പേജിലുണ്ടല്ലോ എന്ന ലെവലിൽ കാണുന്ന രീതി. CPMൽ കോൺഗ്രസിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലധികമായി തന്നെ വിഭാഗീയതയുണ്ടായി. ആ വിഭാഗീയതയുടെ പക്ഷം പിടിച്ച് ഇരുപക്ഷവും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നതിൽ മാധ്യമപ്രവർത്തകർ ആ തരത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും കോൺഫ്ലിക്റ്റിനെ മുതലെടുക്കുന്നത് പോലെ മാധ്യമപ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്, വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അത്തരമൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം വരുന്നത്. പക്ഷേ പൊതുവെ മാധ്യമപ്രവർത്തകർ ഇടത് ഐഡിയോളജിക്ക്, മാധ്യമപ്രവർത്തകർ എന്നല്ല മാധ്യമ സ്ഥാപനങ്ങൾ അതേസമയം എതിരാണ്. അതേസമയം മാധ്യമപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും പഴയ SFIക്കാരുമാണ്. പഴയ SFIക്കാർ ജോലി കിട്ടി മാറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു SFI കാലം മാത്രമാണ് അവരുടെ മുമ്പിൽ ഉണ്ടാവുക. അതിനുശേഷമുള്ള ഒരു കാലത്ത്, അത് അന്നത്തെ വളരെ റൊമാൻറ്റിക്കായ ഒരു കാലത്ത് പാർട്ടി പ്രവർത്തനം നടത്തി ത്യാഗോജ്വലമായ സമരങ്ങൾ നയിച്ച ഒരു കാലത്തോടു കൂടി അവർ പിന്നെ പൊതു സമൂഹത്തിലേക്ക് മാറുകയാണ്. ഈ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീവ്രതകളിലേക്കോ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്കോ ഒക്കെ വരുന്നതിന് മുമ്പ് അവരൊരു സ്വപ്ന സദൃശമായ ഒരു ഭൂതകാലക്കുള്ളിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരിതേപോലെ പെട്ടെന്ന് ഈ തരത്തിലേക്ക് മാറിപ്പോവുകയും അവർ ഇത്തരം തർക്കങ്ങളിൽ വരികയും ചെയ്യുന്നത്. ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷത്തുള്ളവരെ മാത്രമേ അത്തരം രീതിയിൽ വിളിച്ചിട്ടുള്ളൂ എന്ന കാര്യം നോക്കണം. മറുപക്ഷത്തും അതിനനുകൂലമായ രീതിയിൽ അന്ന് മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ പക്ഷേ ഈ സിൻഡിക്കേറ്റിൻ്റെ കള്ളികളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. താങ്ക് യു ശ്രീ ആർ സുഭാഷ്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ പൊതുവെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ, നിയന്ത്രണങ്ങൾ ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ കേരളത്തിൽ അത് കൂലങ്കഷമായി ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ചില സോഷ്യൽ മീഡിയ
ആക്ടിവിസ്റ്റുകൾക്കൊക്കെ എതിരെ അല്ലെങ്കിൽ മീഡിയക്കെതിരെ തന്നെ കേരളത്തിലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് കേരളത്തിൽ ഈ മീഡിയയുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ളതിൽ താങ്കൾക്ക് ഒരു നിരീക്ഷകൻ എന്നുള്ളതിൽ താങ്കൾക്ക് തോന്നി? അതെ, നമ്മൾ കേരളത്തിലാണല്ലോ ഇപ്പോൾ ഈ മാപ്രാവിളിയൊക്കെ ഇത്രയും വലിയൊരു ശക്തമായിട്ട് വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ഇരുപക്ഷത്തെയും, അത് ഇരുപക്ഷമല്ല 3 പക്ഷത്തെയും, BJP-ക്കാരും UDF-ഉം LDF-ഉം 3 പേരും മാധ്യമങ്ങളെ മാപ്രകളെന്നാണ് വിളിക്കുന്നത്. അതായത് പൊതുജനമധ്യത്തിലെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും അണികളെല്ലാവരും മാധ്യമപ്രവർത്തകരെ മാപ്ര എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാപ്ര വിളിക്കുന്ന ആളുകൾ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവർ ആ പാർട്ടിയോട് അത്രയധികം കൂറുള്ളവരും അതിൻ്റെ ഒരു അടിമത്ത സ്വഭാവം പേർന്നവരുമാണ്. ഏറ്റവും വലിയ ഒരു എന്താ പറയുക, പാർട്ടി അടിമകളായിട്ടുള്ള ആളുകളാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിക്കലാണ് തൻ്റെ നിയോഗമെന്ന് വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസികളെ പോലെയുള്ള പാർട്ടി പ്രവർത്തകരാണ്. അവരാണ് തങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഏതൊരു വാർത്തകളെയും തങ്ങൾക്കെതിരായിട്ടുള്ള, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണമായിട്ട് കാണുകയും തങ്ങളെ നശിപ്പിക്കാനുള്ളൊരു ഗൂഢനീക്കം പിന്നിൽ അമേരിക്ക വരെ അവർ ആരോപിച്ച് കൊണ്ടുവരും. CIA ഇപ്പോൾ പറയാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് നമ്മളെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് അവരിൽ ആ ഒരു വികാരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ഈ പരിഹാസ്യമായിട്ടുള്ള മാപ്രവിളി നേരിടുന്നതിൽ ഒരു കാരണം. പക്ഷേ ആ വിളി കേൾക്കാനുള്ള തരത്തിലുള്ള അപജയപരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും ഈ സമൂഹത്തോട് നമ്മളെ ആദ്യം പറഞ്ഞ പോലെ ഒരു എത്തിക്കൽ ജേർണലിസം എന്നതിൻ്റെ ഭാഗമല്ലാതെ വളരെ സെൻസേഷണലായിട്ടുള്ള വാർത്തകൾക്ക് പുറകെ ഓടി ഇതേ ആളുകൾ, ഈ കുറ്റം പറയുന്ന ആൾക്കാരല്ലാതെ കാണും. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് തോന്നുന്നു സോളാർ കേസിൽ CD അന്വേഷിച്ചോടിയത് അല്ലേ? ആ CD അന്വേഷിച്ചോടിയതിനെ കുറ്റം പറയുന്ന ആളുകളും ആ വാർത്ത കേൾക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് കേട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അപ്ഡേറ്റ് എന്ന് അറിഞ്ഞിട്ടോ ആണ് പോയിട്ട് ഇവന്മാർക്ക് നാണമില്ലേ ഇതിൻ്റെ പുറകെ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊതുജനങ്ങൾ എന്താണോ അതാണ് സത്യത്തിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് എല്ലായിടത്തും. പോലീസിലായാലും കോടതിയിലായാലും മാധ്യമപ്രവർത്തകരുടെ ഇടയിലായാലും രാഷ്ട്രീയക്കാരുടെ ഇടയിലായാലും പൊതുജനത്തിൻ്റെ ഡോമിനൻ്റായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വളരെ ജനാധിപത്യ വിശ്വാസികൾ, പൗരബോധമുള്ളവർ, സാക്ഷരതയിൽ ഒന്നാം നിൽക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കടുത്ത കക്ഷി രാഷ്ട്രീയ ഗോത്രീയത പേർന്നൊരു കൂട്ടമാണ്. നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ധാരണകളില്ല അല്ലേ? സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ കൊടിയിൽ എഴുതി വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് നിന്ന് നിൻ്റെ കൈ വിട്ടൂടാ കാല് വിട്ടൂടാന്ന് പറയും. അപ്പോൾ അതെന്താ എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്താന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ എന്തോ കാണാപ്പാടം പഠിച്ച് എന്തോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ചെറുപ്പം തൊട്ടേ കലാലയ രാഷ്ട്രീയം അതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്ന കലാലയ രാഷ്ട്രീയം ഇത്തരത്തിൽ കുട്ടികളെ മോൾഡ് ഇവിടെയും മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമ്മളെ മറുനാടൻ ഷാജൻ വേട്ട എന്ന് പറയുന്നത്, ഇപ്പം മറുനാടൻ ഷാജനെ ഒരു പത്രമാധ്യമമായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MLA ക്യാമ്പയിൻ ചെയ്ത് ആലോചിച്ച് നോക്കണം. ഇത് നിയമപരമായിട്ട് മറുനാടൻ മലയാളി തെറ്റ് ചെയ്തെങ്കിൽ നിയമ സംവിധാനത്തിൽ കൂടി ജനാധിപത്യ മാർഗങ്ങളിൽ കൂടിയാണ് അതിന് പരിഹാരം കാണേണ്ടത്. പകരം ഗുണ്ടായുസത്തിൻ്റെ ഭാഷയിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് പോലീസുകാരെ രാജ്യം ഒട്ടിക്കൂട്ട് ഓടിച്ച് ആലോചിച്ച് നോക്കണം. ഏതോ വലിയ അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടിക്കുന്ന പോലെ. എന്താണ് അയാൾ ഈ നിലവിലെ രാഷ്ട്രീയ ജാമ്യത്തിൽ കൂളായി ഇറങ്ങി പോവുകയും ചെയ്തു. അതെ, ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇവിടെയും ഇത് വളരെയധികമുണ്ട്. അത് എത്രയധികം തമസ്കരിച്ചിട്ടും ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ മീഡിയയും വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പരസ്യവും സർക്കാരിൻ്റെ ഇൻഫർമേഷനും ഒക്കെ അതിനകത്തൊരു വലിയ പ്രാധാന്യമുള്ളൊരു കാര്യവും കൂടിയാണ്. താങ്ക് യു. ഞാൻ ഈ 3 നമ്മുടെ മാധ്യമപ്രവർത്തകരോടും, നിങ്ങൾ മുൻനിര മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത ആളുകൾ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മാധ്യമ വിചാരണകളും മാധ്യമ വിധികളും നടക്കാറുണ്ട്. ഇപ്പോൾ ഇപ്പോൾ പ്രവീൺ രവി പറഞ്ഞ പോലെ ഒരു ലൈംഗിക ആരോപണ കേസുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൽ ഇരയുടെ മുഖം കാണിക്കരുതെന്ന് പറയുന്നുണ്ട്, നിയമം പറയുന്നുണ്ട്. അതിപ്പോൾ കാണിക്കാറില്ല തോന്നുന്നു. പക്ഷേ ഇതിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ പിന്നീട് മോചിതനായാലും അല്ലെങ്കിൽ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയാലും അവർ സാമൂഹിക വിചാരണക്കും മാധ്യമ വിചാരണക്കും വിധേയമായി ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് ശരിക്കും മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ
ഇത്തരം ഈ വിചാരണകളും വിധികളും എന്നുള്ളത് മൂന്ന് പേരും അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു ഈ വിഷയത്തിൽ എന്നുണ്ട്. ആദ്യം MP ബഷീർ സാറിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അല്ല, അതിൽ സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായ ഗൈഡ് ലൈൻ ഉണ്ട്. ഒരു സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിഷ്വൽസ്, പേര്, ഐഡൻറ്റിറ്റി എങ്ങനെ എക്സ്പോസ് ചെയ്യാം, എങ്ങനെ എക്സ്പോസ് ചെയ്തുകൂടാ എന്നുള്ളതിൽ അത് സംരക്ഷിക്കുക എന്നത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് സാധാരണഗതിയിൽ ചെയ്യാവുന്ന കാര്യം. നിങ്ങൾക്കിപ്പോൾ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയുടെ പേരറിയാമോ? ഇല്ല, എനിക്കറിയാം. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്, കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. 30 വർഷമായി ആ പേര് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. പബ്ലിക്കിൽ പറയാൻ കഴിയില്ല. ആ ധാർമ്മികത കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്നുണ്ട്. എന്നാൽ കുറ്റാരോപിതരാകുന്ന എല്ലാവരോടും അത് തന്നെ പുലർത്തണം. ഇരയോട് മാത്രമല്ല, കുറ്റാരോപിതരോടും ആ നീതി പുലർത്തണം എന്നത് ചിന്തിക്കാവുന്ന, സ്വപ്നം കാണാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ മാധ്യമപ്രവർത്തനം സാധ്യമാവില്ല. അപ്പം ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് വെച്ചോളൂ. പക്ഷേ ദിലീപ് അനുഭവിച്ച ഈ കാര്യങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം ഉണ്ടാവില്ല. ദിലീപ് കുറ്റവാളിയായിരുന്നിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയുടെ പിടിപ്പുകേട് കൊണ്ട് വെറുതെ വിടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ ചെയ്തത് നൈതികതയായി വരും. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇതേ ചോദ്യത്തിലൊന്ന് മറുപടി പറഞ്ഞ ഈ മാധ്യമ വിധികളും മാധ്യമ വിചാരണകളെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, മാധ്യമ വിധി, മാധ്യമ വിചാരണ, ട്രയൽ ബൈ മീഡിയ, ഇതൊക്കെ വളരെ വ്യക്തമായ നിയമ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബഷീർ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധികളുണ്ട്, നിയമങ്ങളുമുണ്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുമുണ്ട്. അത് ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പ്രതിവിധിയും നിയമത്തിലുണ്ട്. നമുക്ക് ഒരാളെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് സംശയിക്കുന്ന ആ അവസ്ഥ മുതൽ നമ്മളയാളെ പ്രതിയായി കാണുന്ന സാഹചര്യമുണ്ട്. മാധ്യമങ്ങൾ അല്ലെങ്കിൽ പോലീസ് ആദ്യമേ ഒരാളെ പ്രതിയായി കണ്ടു എന്നതുകൊണ്ട് ആത്യന്തികമായി അയാളെ കോടതി കുറ്റക്കാരനായി കാണണം എന്നുമില്ല. പക്ഷെ ആത്യന്തികമായ വിധിയിൽ കോടതി ഒരാളെ കുറ്റക്കാരനായോ അല്ലാതെയോ കാണുന്നത് വരെ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കണം എന്ന് പറഞ്ഞാൽ അതും പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ആശങ്ക ഉളവാക്കുന്നത് അത്തരത്തിലുള്ള അതൊക്കെ വേണമെങ്കിൽ സെൻസേഷണൽ മാധ്യമ പ്രവർത്തനം എന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. സെൻസേഷണലിസം അതിൽ തന്നെ ഒരു തെറ്റാണ്, കുറ്റമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. സെൻസേഷണലിസത്തിന് ആകർഷകമാക്കപ്പെട്ടത് എന്നൊരു അർത്ഥം കൂടി നൽകാൻ കഴിയും. അവിടെ അപാകതകൾ വരുമ്പോൾ, അപാകത എന്ന് പറയുമ്പോൾ സ്വകാര്യതയെ സംബന്ധിക്കുന്ന അപാകതകൾ വരാം, നമ്മുടെ സൽകീർത്തിയെ സംബന്ധിക്കുന്ന അപാകത വരാം, പൊതു നന്മയെ ബാധിക്കുന്ന അപാകതകൾ വരാം. പല പ്രശ്നങ്ങളുമുണ്ട്. അത് പറയും, വിമർശിക്കും, തിരുത്തപ്പെടും. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെക്കുറിച്ച് നമുക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഈ റിപ്പബ്ലിക്ക്, രാജ്യം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം, എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ജനുവരി 26 എന്ന തീയതി പതുക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ കലണ്ടറിൽ. പകരം ജനുവരി 22 എന്ന തീയതി ചുവന്ന നിറത്തിൽ അവിടെ തെളിഞ്ഞു വരികയാണ്. എന്താണ് ജനുവരി 22? ഇന്ത്യ എന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ ഒരു മത റിപ്പബ്ലിക്കായി, ഹിന്ദുത്വ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസമാണ് ജനുവരി 22. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പരമാധികാര പാർലമെൻറ്റിൽ, സോവറിൻ അസംബ്ലിയല്ലേ അത്, പാർലമെൻറ്റിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. അന്ന് അവസാനമായി പാർലമെൻറ്റ് ചെയ്തത് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചതിന് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുക, നന്ദി പറയുക. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിക്കാറുണ്ട്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അയോധ്യയിൽ പോയി ഒരു ക്ഷേത്രത്തിൽ കാർമ്മികത്വം വഹിച്ചതിന് നന്ദി പാർലമെൻറ്റ് പറയുക എന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ഈ സെക്കുലർ റിപ്പബ്ലിക് ആയിരുന്നുവെങ്കിൽ അതിൻ്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പത്രങ്ങൾ നമ്മെ വിവരം അറിയിക്കുന്നുണ്ടോ? നമ്മുടെ പത്രങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ?
ബോൾഡായ ഒരു മുഖപ്രസംഗം വായിക്കാൻ നമുക്ക് കൊതിയാകുന്നുണ്ട്. ഇപ്പോൾ ബഷീർ ഇവിടെ കുറേ മലയാളി മാധ്യമപ്രവർത്തകരുടെ പേരുകളൊക്കെ പരാമർശിച്ചു. ടെലഗ്രാഫ് പത്രത്തിൻ്റെ രാജഗോപാലിൻ്റെയൊക്കെ പേര് നമുക്കെല്ലാം പരിചയമുണ്ട്. പത്രം നമ്മൾ കാണുന്നില്ലെങ്കിലും രാജഗോപാലിനെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ കുറേ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അവിടെയായി കേൾക്കുന്നു എന്നല്ലാതെ നമ്മൾ വായിക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മെ ബോധവൽക്കരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ എന്തേ ഈ വിഷയത്തിലൊന്നും പറയുന്നില്ല? അവർക്ക് ഇപ്പോൾ ടി വിയിലെ ചാനൽ ചർച്ചകൾ തന്നെ എടുക്കുക, അവർക്ക് വളരെ ഫ്ലിംസിയായ നിസ്സാരമായ ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് അവർ 1 മണിക്കൂർ ചർച്ച നടത്തും. മാനന്തവാടിയിൽ ആന ഇറങ്ങിയാൽ അത് വാർത്തയാണ്, അത് തത്സമയം വാർത്ത രൂപത്തിൽ ആ വാർത്ത സംപ്രേഷണം ചെയ്യപ്പെട്ടതാണ്. വീണ്ടും രാത്രിയിൽ 1 മണിക്കൂർ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്താം, വിദഗ്ധരെ വിളിച്ചിരുത്തി ചർച്ച നടത്താം, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെ വിളിച്ചിരുത്തി ചർച്ച നടത്താം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അവർ വളരെ വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് മൗലികമായ വിഷയങ്ങളിൽ ആപത്കരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവയിൽ ഇടപെടാതെ മൗനം പാലിച്ചുകൊണ്ട്, കുറ്റകരമായ മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമങ്ങൾ അവയുടെ ധർമ്മം നിറവേറ്റുന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിനോട് ആഡ് ചെയ്തുകൊണ്ടൊരു ചോദ്യം ചോദിക്കണം. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞ ഒരു കാര്യം, പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ ഇത് ചെയ്തത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും മാധ്യമങ്ങൾ അത് ലൈവായി കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ എതിർക്കുന്ന സോക്കോൾഡ് ഇടതുപക്ഷ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ വരെ ഇവിടെ അയ്യപ്പൻ്റെ തങ്കയങ്കി കൊണ്ടുപോകുന്നതും പരുന്ത് പറക്കുന്നതും ഇപ്പോൾ കൈരളിക്കൊക്കെ ചിലപ്പോൾ സംശയം വരാറുണ്ട്, ഈ അയ്യപ്പ വിളക്ക് തെളിയിച്ചതാണോ തെളിഞ്ഞതാണോ എന്ന്. 1 വർഷം തെളിഞ്ഞു എന്ന് കൊടുത്താൽ പിറ്റത്തെ വർഷം തെളിയിച്ചു എന്ന് കൊടുക്കും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേന്ദ്രത്തിൽ ഒരു മതാത്മകമായ ഒരു ഭരണകൂടം മുന്നേറുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഇത് ജനങ്ങളിലേക്ക് ഇത്ര വലിയ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ശാസ്ത്ര കാര്യങ്ങളെക്കാൾ മതപരമായ കാര്യങ്ങളല്ലേ കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പൊങ്കാല നമ്മൾ ലൈവായി കാണിക്കുന്നു, എന്നിട്ട് നമ്മൾ നരേന്ദ്രമോദിനെ ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ടോ എന്നുള്ളതാണ്. സുഭാഷ് സാർ ഒരു മറുപടി പറഞ്ഞു. ആള് കൂടുന്നത് എന്തിനാണ് എന്ന നോട്ടമാണ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ ഓഫീസിലും 5-6 സ്ക്രീൻ ഉണ്ടാവും. അതിൽ യൂട്യൂബ് ആളുകൾ കയറുന്ന വിഷ്വൽ ആണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഈ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറച്ച്, 1000-ൽ പരം മെഷീൻ ഇന്ത്യയിലെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ രഹസ്യമായി കൊണ്ടുവച്ചിട്ട് അത് മെഷീൻ പിടിപ്പിച്ച് ഏതൊക്കെ കാറ്റഗറിയിൽ ആളുകൾ കാണുന്നു എന്നത് കണ്ടുപിടിക്കുന്നു എന്നതാണ് ഇപ്പോൾ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ട് പറയാം. അതായത് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ എന്തെല്ലാം കണ്ടു, ബാക്കിയുള്ളവർ എന്തെല്ലാം കണ്ടു, 18+ എന്ന് വെച്ചാൽ 18 വയസ്സിന് മേളിലുള്ളവർ എന്തെല്ലാം കണ്ടു. ഈ ന്യൂസ് ചാനലുകളിൽ ഇതാണ് നോക്കുന്നത്. അതായത് കേരളത്തിലെ 1200 1300 വീടുകളിൽ ഉള്ള, ഇവർ ഈ പറയണത് ശാസ്ത്രീയമായെങ്കിൽ ഈ 1300 വീടുകളിൽ ആളുകൾ ഏത് നേരം ഏത് കൂടുതൽ കണ്ടു, ഏതിലേക്കൊക്കെ പോയി എന്നതാണ് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതേ സ്വഭാവം തന്നെ, ഏതാണ്ട് ഇതേ സ്വഭാവം തന്നെയാണ് ഈ എന്താ പറയുക നമ്മുടെ യൂട്യൂബിലും ഉണ്ടാവുക. അപ്പം നമ്മളൊരു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരാൾ വേറൊരു വാർത്ത കൊടുക്കുന്നു, ആ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ ഇരച്ചു കയറുകയാണ്. ഇത് കാണുമ്പോൾ ഉടനെ തന്നെ നമ്മളോട് ബാക്കിയെല്ലാം നിർത്തിയിട്ട് അതിലേക്ക് കയറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആളുകൾ എവിടെയുണ്ടോ അവിടെ കൊണ്ടുപോയി ഏർപ്പാട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ഇത് ഒരു അനുഭവം 1 മിനിറ്റിൽ പറയാം. ഒരു തവണ കോഴിക്കോട് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു സുഹൃത്ത്, കോഴിക്കോട് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബ്യൂറോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിന്ന് ഒരു ബസ് ഇപ്പോൾ താഴേക്ക് ചാടിപ്പോയിട്ടുണ്ട് 9-ാം വളവിൽ നിന്ന് എന്ന് പറഞ്ഞു. അത് അയാൾ പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം, എന്നിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. അതൊരു വലിയ വാർത്തയാണ്. അയാൾ എനിക്ക് കൃത്യമായിട്ടും അറിയാൻ കഴിയുന്ന ഒരാളുമാണ്, വിശ്വാസമുള്ള ഒരാളാണ്. ആ കാര്യം ഞാൻ ഉടനെ തന്നെ ഓഫീസിൽ അറിയിച്ചു, ഇങ്ങനെയുണ്ട്, അതൊന്ന് അലേർട്ടായിട്ടിരിക്കണം, ഞാൻ മറ്റു ബ്യൂറോകളിലുള്ള ആളുകളെ കൂടി ചിലപ്പോൾ വേണ്ടി വന്നാൽ വിളിക്കാമെന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റിന് വേണ്ടി മാത്രം ആ വിവരം കൊടുത്തു. അടുത്ത മിനിറ്റിൽ വരുന്നത് അവിടെ നിന്ന് എന്നോട് ലൈവ് നിൽക്കാനാണ്. എന്നോട് ലൈവ് നിന്നോ ഞാൻ ഇവരത് അനൗൺസ് ചെയ്തു, ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വെണ്ടക്കയിൽ അടിച്ചു വിടുന്ന സംഭവത്തിനാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് പറയാം. അതടിച്ചു. 9-ാം വളവിൽ നിന്ന് ബസ് താഴേക്ക് ചാടി, ഞാൻ ലൈവിൽ. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, ആകെ ഒറ്റ വരിയെ എനിക്കറിയൂ. ഞാൻ ലൈവിൽ പറഞ്ഞു, ഒറ്റ വരിയേ ഉള്ളൂ, ഒരു ആൾ പറഞ്ഞ വിവരമാണ്.
ആ വിവരം അനുസരിച്ച് ബസ് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ അയാൾ വിവരം തന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ അറിയിക്കാൻ കഴിയൂ. അപ്പോഴേക്കും നമ്മളുടെ ഓഫീസ് ഊർജ്ജസ്വലമായി വിവിധ ചായ കുടിക്കാൻ പോയിരുന്ന എന്താ പറയുക എഡിറ്റർമാരെല്ലാം വന്ന് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് ആങ്കർക്ക് എഴുതി കൊടുക്കുകയാണ് ഓരോ ചോദ്യങ്ങൾ. അത് ഏത് ബസ്സായിരിക്കും, യാത്രാ ബസ്സായിരിക്കുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അയാൾ പോയതേ ഉള്ളൂ, അതിൻ്റെ കളർ പോലും അയാൾക്ക് കാണാൻ പറ്റിയില്ല, പെട്ടെന്ന് ചാടിപ്പോയതാണ്. അങ്ങനെ അരമണിക്കൂർ ഞാൻ ലൈവിൽ നിന്നു. അവർ ആ ചോദ്യത്തിന് മുഴുവൻ ചോദ്യങ്ങളും എന്താ പറയുക ഈ സെൻസേഷൻ സാധനം ഉണ്ടാക്കാനുള്ളതായിരുന്നു. കുട്ടികളായിരിക്കുമോ, കുട്ടികളാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാണെന്ന് ഞാൻ സംശയം പറഞ്ഞാൽ കേരളത്തിലുള്ള ഏതാണ്ട് ഈ എന്താ പറയുക എറണാകുളം പോലും ഇങ്ങോട്ടുള്ള കോളേജുകളിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ ടൂർ പോയിട്ടുള്ള കുട്ടികൾ മുഴുവൻ അമ്പരന്ന് പോകും. ഇല്ല മറ്റേതെങ്കിലും ബസ്സാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ തോതിൽ എംബറാസ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഏതായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അയാൾ രണ്ടാമത് വിളിച്ചു പറഞ്ഞു അത് ടൂർ പോയ ബസ് തന്നെയായിരുന്നു, പക്ഷേ കുട്ടികൾ കൽപ്പറ്റയുള്ളവരായിരുന്നു. അവരെയൊക്കെ ഇറക്കിയിട്ട് ബസ് കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ചാടിപ്പോയതാണ്. അവർക്ക് രണ്ടുപേർക്കും കാര്യമായ പരിക്കില്ല, ബസ് തകർന്നു പോയിട്ടുണ്ട്. ആ വിവരം കൊടുത്തു. കൊടുത്ത് ഇത് നിർത്തിയപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എമ്മാരി കയറ്റള കയറിയെന്നറിയോ എന്ന് ചോദിച്ച് അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഈ ഒരു വാർത്ത കൊടുത്തോടുകൂടി നമ്മുടെ വ്യൂവർഷിപ്പിന് കൂടുകയാണ്, യൂട്യൂബ് വ്യൂവർഷിപ്പ് കൂടുകയാണ്. ഇതാണ് സംഭവം. ഈ തരത്തിൽ വ്യൂവർഷിപ്പ് കൂടുന്ന വാർത്തയുടെ പിന്നാലെ പോവുക. അതിൽ എത്രത്തോളം ശരി, ഏത് എന്താ പറയുക നിജം എന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു എന്താ പറയുക എന്തിൻ്റെയോ പിന്നാലെ നമ്മൾ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ, കൂടുതൽ ആളുകളെ പിടിക്കാൻ ആ തരത്തിലേക്ക് പോവുകയാണ്. ഇപ്പം നേരത്തെ ജനം ടി വിയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ചാനലുകൾ മുഴുവൻ പിന്നെ വലിയ തോതിൽ സ്ത്രീകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായി കണ്ട ഒന്നായിരുന്നു ശബരിമല വിധി, ആദ്യത്തെ വിധി. അതിനെ വലിയ തോതിൽ ആഘോഷിച്ച ചാനലുകൾ ജനം ടി വിക്ക് ഇത് റേറ്റിംഗ് കൂടി എന്ന് കണ്ടതോടെ മലക്കം മറിഞ്ഞ് ഭക്തർക്ക് ഒപ്പം കൂടി, സോ കോൾഡ് ഭക്തരാണ്, അവർക്കൊപ്പം കൂടി അതിനെ ഏറ്റവും വികലമായ തരത്തിലേക്ക് മാറുകയും അത് പൊതുബോധമാക്കുകയും ചെയ്തു. കേരളത്തിലെ ഒരു മുന്നണി അത് അവരുടെ നയപ്രഖ്യാപനത്തിൽ കൊണ്ടുവന്നു, അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി ആചാര സംരക്ഷണം. കേരളം ഭരിച്ച പാർട്ടി വലിയ മനസ്താപത്തോടെ വീടുകൾ കയറി ഇറങ്ങി നടന്നു. അത് അങ്ങനൊന്നും അല്ല, എന്നുള്ള മട്ടിൽ പരിതാപം പറഞ്ഞു. അപ്പം ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം, ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇതിനകത്ത് പൊതുജനത്തിന് വലിയ പങ്കുണ്ട്. പൊതുജനത്തിന് ഇതേപോലെയുള്ള ഡിഫാമേഷൻ പോലെയുള്ള കേസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ എതിർപ്പാവുന്ന കേസുകൾ വരുമ്പോൾ അവർക്ക് പ്രതികരിക്കാം. ആ തരത്തിലുള്ള കേസുകൾ വളരെ ചുരുക്കമായിട്ടേ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ കൂടത്തായി കേസുമായി ബന്ധപ്പെട്ടൊരു സീരിയൽ വരുന്നു, 7 ദിവസമോ മറ്റോ നീണ്ടുനിന്നൊരു സീരിയൽ. അതിൽ ആ സ്ത്രീ കുറ്റക്കാരിയല്ലാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അത് ഈ നേരത്തെ സഭാഷ് പോൾ സാറ് പറഞ്ഞ പോലെ അതിന് കൃത്യമായ രീതികളുണ്ട്, കൃത്യമായ നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആര് ചെയ്യുമ്പോഴും അത് ചോദ്യം ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സ്വഭാവം സൊസൈറ്റിയിൽ നിന്ന് ഉയർന്നു വരിക എന്ന് മാത്രമേ അതിന് പരിഹാരമായുള്ളൂ. താങ്ക് യു. ഞാൻ സമയം വളരെ പരിമിതമാണ്, നിങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു അവസാനമായി നമ്മുടെ ബഷീർ സാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം വർക്ക് ചെയ്ത കാലഘട്ടത്തെക്കുറിച്ചുള്ള, കാരണം കേരളത്തിലെ ഏറ്റവും ഒരു പ്രൈവറ്റ് വാർത്താ ചാനൽ വരുന്നത് ഇന്ത്യ വിഷനാണ്. അത് ഉയർത്തിക്കൊണ്ടുവന്ന് പറയുമ്പോൾ ലീഗൊക്കെ ആയിരുന്നു അതിൻ്റെ പിന്നിലെങ്കിലും അത് ഐസ്ക്രീം പാർലർ കേസ് ഉയർത്തിക്കൊണ്ടുവരികയും അത് വിവാദമാവുകയും ചെയ്തു. അത് ഈ മെഡിക്കൽ മീഡിയ മൊറാലിറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഈ വാർത്ത കേട്ട അറിവാണ്, ഈ വാർത്ത ആദ്യമായിട്ട് ഏഷ്യാനെറ്റിനാണ് കിട്ടുന്നതെന്നും അവർ ഈ ഐസ്ക്രീം പാർലർ കേസിൻ്റെ വാർത്ത കൊടുക്കാതിരിക്കുകയും പിന്നീട് അത് ഇന്ത്യ വിഷന് വന്നപ്പോൾ കൊടുക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായതെന്ന് പറയപ്പോൾ കേട്ടറിവാണ്, ഉള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആര് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഒരു മീഡിയ മൊറാലിറ്റി എന്ന് നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ച് വിലയിരുത്താൻ സാധിക്കുക? ഈ 20 വർഷത്തിന് ശേഷം ഇതിന് മറുപടി പറയേണ്ടി വരും. ഇതിനിടയിൽ പല ഘട്ടങ്ങളിൽ ഇത് വിശദീകരിച്ചതും പറഞ്ഞതൊക്കെയാണ്. പക്ഷേ എന്നെ ഇത് ജീവിതകാലം മുഴുവൻ ഇത് വേട്ടയാടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2004 ഒക്ടോബർ മാസം 28 ഐസ്ക്രീം പാർലർ കേസ് ഇന്ത്യ വിഷൻ കൊടുത്തത്. ആ വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കിട്ടിയതാണ്, ആർക്കെങ്കിലും ആദ്യം കിട്ടിയതല്ല. VM ദീപ എന്ന ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ സീനിയർ റിപ്പോർട്ടർ VM ദീപയോടാണ് K. അജിത ആദ്യം വിളിച്ച് ഐസ്ക്രീം പാർലർ കേസിൽ, ആ കേസിൻ്റെ അന്നത്തെ പശ്ചാത്തലം 7 വർഷമായി മുൻ മന്ത്രി എന്ന് മാത്രമാണ് ആ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുൻ മന്ത്രി, ഈ മുൻ മന്ത്രി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ പേര് പറയില്ല മാധ്യമങ്ങൾ ആരും. ഒരു തവണ K. ജയചന്ദ്രൻ എന്ന ജേർണലിസ്റ്റ് ഇവർ
അജിത ചേച്ചിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ അവരുടെ പ്ലക്കാർഡിൽ ഈ മുൻ മന്ത്രിയുടെ പേരെഴുതി വെച്ചിരുന്നു. ആ വീഡിയോ കാണിച്ചതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി. എനിവേ 7 വർഷക്കാലം മുൻ മന്ത്രി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ കുട്ടി പറയാൻ പോകുന്നു എന്ന് അജിത വിളിച്ച് പറഞ്ഞത് ദീപയുടെ അടുത്താണ്, എൻ്റെ അടുത്തും, രണ്ടാമത് എൻ്റെ അടുത്തും ഒന്നിച്ച്. ഞാൻ അന്ന് ഇന്ത്യ വിഷനിലാണ്. ഇന്ത്യ വിഷനിൽ വാസ്തവം എന്നൊരു പ്രോഗ്രാമുണ്ട്, ഏഷ്യാനെറ്റിൽ കണ്ണാടി എന്നൊരു പ്രോഗ്രാമുണ്ട്. ദീപ കണ്ണാടിയിലേക്കും ഞാൻ വാസ്തവത്തിലേക്കും ഈ വാർത്ത കൊടുക്കാൻ തീരുമാനിക്കുന്നു. ന്യൂസ് സ്റ്റോറി ആയിട്ടല്ല, ഒരു വീക്കിലി റൗണ്ടപ്പ്. അന്ന് പ്രമോദ് രാമനാണ് വാസ്തവം ചെയ്യുന്നത്. ഞാൻ ബ്യൂറോയിൽ വന്നതിന് ശേഷം ഒരു വാർത്തയും പ്രമോദിന് കൊടുത്തിട്ടില്ല. പ്രമോദിന് ആ തരത്തിൽ ചെറിയൊരു പരിഭവം എന്നോടുണ്ട്. ആ പരിഭവം തീർക്കാൻ വേണ്ടി ഒരു ഗംഭീര സ്റ്റോറി ഞാൻ തരാം എന്ന് പ്രമോദിനെ വിളിച്ചു പറയുകയും അങ്ങനെയാണ് ഇതിന് ഷൂട്ടിന് പോകുന്നത്. ആദ്യത്തെ തീരുമാനം ദീപ ആദ്യം റെക്കോർഡ് ചെയ്യും, ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യും എന്നാണ്. പക്ഷേ ആ കുട്ടി പറഞ്ഞു ഒറ്റ തവണയെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്ന്. അങ്ങനെയാണ് ഞാനും ദീപയും ചേർന്ന് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോക്കകത്ത് വെച്ച് ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്നത്. ഞങ്ങൾ അന്നൊരു വാർത്താ ചാനലാണ്, ഏഷ്യാനെറ്റ് വാർത്താ ചാനൽ ആയിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ. ഏഷ്യാനെറ്റിന് വൈകുന്നേരം 7 മണിക്കാണ് ബുള്ളറ്റിനുള്ളത്, ഞങ്ങൾക്ക് സദാ ബുള്ളറ്റിനുണ്ട്. വൈകുന്നേരം 5:14 ആ വാർത്ത കൊടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളത്, പലതവണ ആവർത്തിച്ചുകൊണ്ടാണ്. 5:14 ഈ വാർത്ത കൊടുക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ 7 മണിക്കുള്ള വാർത്തയിലേക്ക് ദീപ ഈ സ്റ്റോറി വോയിസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്തു. അവരുടെ അക്കോർഡിംഗ് ടു ദീപ അവരുടെ ചെയർമാൻ, അന്നത്തെ ചെയർമാൻ റെജി മേനോൻ അന്ന് PCR വഴി സഞ്ചരിച്ച് വരികയായിരുന്നു. ഇന്ത്യ വിഷൻ്റെ വാർത്ത അപ്പോഴേക്കും എയറിൽ പോയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. TJ ചന്ദ്രചൂഡൻ ഓൾറെഡി കൊല്ലത്ത് വാർത്താ സമ്മേളനം വിളിച്ച് ഈ പ്രശ്നം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. VS 7:30 മണിക്ക് വാർത്താ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ PCR ഇതിങ്ങനെ കാണാം, ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്. റെജി മേനോൻ ഈ കുട്ടിയോട് പറഞ്ഞു റെജി മേനോൻ അവിടെ കമ്പനിയുടെ ചെയർമാനാണ്. റെജി മേനോൻ ഡയറക്റ്റ് ചെയ്തു, ഈ വാർത്തയൊന്നും കൊടുക്കാനുള്ളതല്ല, പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ വാർത്ത കൊടുക്കാനുള്ളതല്ല എൻ്റെ ചാനൽ എന്നാണ് റെജി മേനോൻ പറഞ്ഞത്. ആർ യു ഫെർണിക്കേറ്റിംഗ് എന്ന ചോദ്യമാണ് റെജി മേനോൻ ചോദിച്ചത് എന്നാണ് എന്നോട് ദീപ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് കൊടുത്തില്ല, ഇന്ത്യ വിഷൻ കൊടുത്തു. കൊടുത്ത വാർത്ത TJ ചന്ദ്രചൂഡൻ ആദ്യവും VS രണ്ടാമതും ടേക്കപ്പ് ചെയ്തു. പിറ്റേന്നത് വലിയ കലാപമായി തീർന്നു. ആളുകൾ വൺ ഡേ ക്രിക്കറ്റ് പോലെ വാർത്ത കണ്ടു തുടങ്ങിയത് ആ കാലം തൊട്ടിങ്ങോട്ടാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കൊടുത്തതിലൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും അല്ലെങ്കിൽ കുറ്റബോധവും ഒന്നുമില്ല. പക്ഷേ 20 വർഷത്തിന് ശേഷം ചിന്തിക്കുമ്പോൾ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചർച്ചയായതുകൊണ്ട് ആ ആവേശത്തിനിടയിൽ ആ കുട്ടിയുടെ ഫേസ് മറക്കാനും പേര് മറച്ചു പിടിക്കാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് 20 വർഷത്തിന് ശേഷം എനിക്കൊരു ബോധ്യമുണ്ട്. അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്തില്ല. അന്ന് ആ കുട്ടിയുടെ കൂടെ, ആ സ്ത്രീയുടെ കൂടെ ഒക്കത്തുണ്ടായിരുന്ന കുട്ടിക്ക് ഇന്ന് എൻ്റെ മകളുടെ പ്രായമുണ്ട്. ആ കുട്ടിയും അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. കേരളത്തിലെ ഈ കേസിലും കിളിരൂർ കവിയൂർ കേസിലും ഇതേ തെറ്റുകൾ മാധ്യമങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വാർത്തയായിരുന്നു. അതിൻ്റെ രണ്ടാം വാർത്ത എന്ന് പറയുന്നത് ഒരു മുൻ മന്ത്രി അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ രണ്ടാമൻ, ഒരു അഡ്വക്കേറ്റ് ജനറൽ, ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്നിവർക്കെതിരെയാണ് വാർത്ത കൊടുത്തത്. അവരുടെ പേര് പറഞ്ഞ്, പ്രമുഖർ എന്നൊന്നുമല്ല, അവരുടെ പേര് പറഞ്ഞ് ആണ് വാർത്ത കൊടുത്തത്. 12 വക്കീൽ നോട്ടീസുകൾ, 13 കോടി രൂപയുടെ കോമ്പൻസേഷന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും മറുപടി പറഞ്ഞത് കാളീശ്വരം രാജാണ്. കാളീശ്വരൻ രാജിൻ്റെ വളരെ എലഗൻ്റായ ഇംഗ്ലീഷിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് വരൂ നമുക്ക് കോടതിയിൽ നേരിടാം എന്നാണ്. അതിനൊന്നിനും ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതാണ് എൻ്റെ ന്യായം. താങ്ക് യു സാർ. നമുക്ക് പൊതുജനങ്ങളിലേക്ക് പോകാം. കുറച്ച് സമയമുള്ളൂ, ഒരു 5 മിനിറ്റുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ ഒരു പരാമർശത്തെ സംബന്ധിച്ചാണ്. ഏറ്റവും ഒടുവിൽ ചോദ്യം പാനലിസ്റ്റുകളോട് എല്ലാവരോടും കൂടിയാണ്. മതം, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ രക്തസാക്ഷിത്വം വരിക്കുക എന്ന് പറയുന്നത് ആ സംഘടനകളുടെ ആരോഗ്യകരമായ ഒരു നടപടിക്രമമാണ് എന്ന് താങ്കൾ ഇവിടെ പരാമർശിച്ചു. താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരർത്ഥം തന്നെയാണ് രക്തസാക്ഷിത്വം ശരിയായ നടപടിക്രമമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥം. അങ്ങനെ ഒരു മുദ്രാവാക്യത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് താങ്കൾ ഇത് പറഞ്ഞതിൽ താങ്കൾക്ക് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നോ എന്നാണ് ഒരു ചോദ്യം താങ്കളോട്. അതുപോലെ തന്നെ ഈ രക്തസാക്ഷിത്വം വരിക്കാൻ ഈ ഇരിക്കുന്ന 4 പാനലിസ്റ്റുകളിൽ ആരൊക്കെയാണ് തയ്യാറെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. യാസിമിനെ ഒഴിവാക്കുന്നു. താങ്ക് യു സാർ. ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്തെ രക്തസാക്ഷികളെ ഓർത്തുകൊണ്ടാണ് ആ പരാമർശം നടത്തിയത്. മാധ്യമരംഗത്ത് മാത്രമല്ല, മറ്റ് രംഗങ്ങളിൽ, രാഷ്ട്രീയത്തിലും മതത്തിലും എല്ലാം അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിലുള്ള
ആ ദൃഢതയുടെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരുണ്ട്. രക്തസാക്ഷികളുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു നിരീശ്വരവാദികളുടെ സമ്മേളനമായതുകൊണ്ട് രക്തസാക്ഷി എന്ന പദം പ്രയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. രക്തസാക്ഷികൾ എല്ലാ രംഗത്തുമുണ്ട്. സോക്രട്ടീസ് മുതൽ ഇങ്ങോട്ടുള്ള രക്തസാക്ഷികളുടെയൊക്കെ ചരിത്രം എൻ്റെ മുന്നിലുമുണ്ട്. എല്ലാം മതത്തിൻ്റെ പേരിലുള്ള രക്തസാക്ഷികളോ വേദസാക്ഷികളോ മാത്രമല്ല. മാധ്യമരംഗത്ത് ധാരാളം പേരുണ്ട്, ഇന്നുമുണ്ട്. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അവരുടെ ധീരമായ മാധ്യമപ്രവർത്തനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ പദം ഇവിടെ പ്രയോഗിച്ചത്. നമ്മൾ സന്ധ്യാ ചർച്ചാവേളയിൽ കാണുന്ന കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സെക്കുലറിസം. ഈ സെക്കുലറിസത്തെ ജനങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് അതിൽ മാധ്യമങ്ങൾ എന്തുമാത്രം പങ്കുവഹിക്കുന്നു, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയോട് കൂടിയാണോ അതിനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്, അതോ പൊളിറ്റിക്കൽ മൊറാലിറ്റിയോട് കൂടിയാണോ അതിനെ കാണുന്നത്? 3 പേരുടെയും അഭിപ്രായം അറിഞ്ഞേക്കണം. അല്ല, അത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. നമ്മൾ സെക്കുലറിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മതേതരം എന്ന അർത്ഥത്തിലല്ല, മതനിരപേക്ഷം എന്ന അർത്ഥത്തിലാണ്. നമ്മൾ മതത്തെ നിരാകരിക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ വിചിന്തനത്തിലെ ഒരു വശം പോലുമല്ല. നമ്മൾ മതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, ദുസ്വാധീനത്തിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തമായി പരമാധികാരമുള്ള ജനത എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പരമാധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സെക്കുലർ റിപ്പബ്ലിക് സ്ഥാപിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് സെക്കുലർ എന്ന പദം നമ്മുടെ ഭരണഘടനാപരമായ ചിന്തകളിലും ജനാധിപത്യപരമായ ആശയപ്രകാശനങ്ങളിലും ഉയർന്നു വരുന്നത്. ആദ്യമായി ഇത്തരം ഒരു പരിണിതപ്രജ്ഞരായ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ എസൻസിന് അഗീതവുമായ നന്ദി. താങ്ക് യു. എന്തായാലും ചോദ്യം 3 പേരോട് കൂടിയാണ്. മാപ്ര എന്ന് വിളിക്കുന്നതിൽ ഉള്ള ശരികേടിനെക്കുറിച്ച് ബഷീർ സാർ കുറച്ച് പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ അടുത്ത കാലത്താണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാപ്ര എന്ന് പൊതുജനം വിളിക്കാനുള്ള കാരണവും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള ഒരു ഒറ്റ ചോദ്യമാണ്. കക്ഷി രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഒരു ഇതാണ് ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത്. അതായത് പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പലചരക്ക് സാധനങ്ങളുമായി പോയ ആളുകൾക്ക് ഓട്ടോറിക്ഷ കൂലി വാങ്ങിച്ചു കൊടുത്ത ഓമനക്കുട്ടൻ 70 രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ അത് 1ാമത്തെ പേജിൽ കൈക്കൂലിയായിട്ടും വന്നു. അതേ സമയത്ത് കെ ബാബു എന്ന നിലവിലുള്ള MLA വീട്ടിൽ നിന്ന് ED പിടിച്ച് 25 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്ന വാർത്ത ഒരു മൂലയ്ക്ക് കുനിയനുറുമ്പിൻ്റെ വലുപ്പത്തിലും കൊടുത്ത മനോരമ. CPM-കാരൻ്റെ സഹോദരി ഭർത്താവ് പോക്സോ കേസിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു. പുരോഗമനം പറഞ്ഞ് ഒരു ഭാഗത്ത് മാന്ത്രിക ചരടിൻ്റെ പരസ്യം കൊടുക്കുന്നു. ഇവരെ എന്താണ് വിളിക്കേണ്ടത്? മാപ്ര എന്ന് പൊതുജനം വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അത് പൊതുജനം അങ്ങനെ പലതും വിളിക്കും. അതിൽ പൊതുജനം തെറ്റുകാരാണ് എന്നല്ല. പൊതുജനത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ പ്രവർത്തനം അവിടെ എത്തിയിരിക്കുന്നു എന്നാണ്. അതിൽ ആത്മവിമർശനത്തിൻ്റെയും ആത്മപരിശോധനത്തിൻ്റെയും ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് ഈ ഒരു ലെവൽ പറയാൻ തീരുമാനിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പറയണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. സിന്ധു സൂര്യകുമാറിനെതിരെയും എന്താ അദ്ദേഹത്തിൻ്റെ പേര്, ഡ്രഗ് കേസ് റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് സുഫൈലോ ഇബിൻ ചേർത്തുള്ളൊരു പേരുള്ള ഏഷ്യാനെറ്റിലെ ആ 2 പേർക്കെതിരെ ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനെതിരെയും അവരുടെ റിപ്പോർട്ടറായ ആൾക്കെതിരെയും കേസെടുക്കുന്ന പോലീസിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ചാനൽ നടത്തുന്ന ആളുടെ മകളുടെ കല്യാണത്തിന് പോയി മണിക്കൂറുകൾ ചെലവിടുന്നുണ്ട്. എൻ്റെ വിമർശനം, ഇതിൻ്റെ അടിസ്ഥാന കോസായ മൂലധനം, അതല്ലെങ്കിൽ മാധ്യമ മുതലാളിത്തം, അതിൻ്റെ കോർപ്പറേറ്റ്, അവർക്കെതിരെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. പകരം നിങ്ങൾ ഈ മൈക്കുമായി വെയിൽ കൊണ്ട് നിൽക്കുന്ന സാധാരണ മനുഷ്യരെ, തൊഴിലിനു വേണ്ടി അത് ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, അതിൻ്റെ ഉടമസ്ഥതയ്ക്ക്, അതിൻ്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് ജനിതകമായി തന്നെ ഇടതുവിരുദ്ധതയുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് ദീപിക മാത്രമല്ല, മനോരമ മാത്രമല്ല,
മിക്ക സ്ഥാപനങ്ങൾക്കും ഇടത് വിരുദ്ധതയുണ്ട്. ഒരുപക്ഷെ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപനത്തിൽ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ പ്രൊഫഷണൽ അല്ലാത്ത താല്പര്യങ്ങളുണ്ടായിരുന്നു, സാമുദായികമായ താല്പര്യങ്ങളുണ്ടായിരുന്നു, ഇടത് രാഷ്ട്രീയത്തിനെതിരായുള്ള നിലപാടുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു തൊഴിലന്തരീക്ഷത്തിൽ നിന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വരുന്നത്. അത് സംഭവിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ട മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയെയോ ഒന്നിച്ചിരുന്ന് ആക്രമിക്കുകയും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനത്തിന് മാത്രമല്ല ജനാധിപത്യ പ്രക്രിയക്കും ദോഷം ചെയ്യും. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു, മീൻസ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ അതിലൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ CPM അല്ലെങ്കിൽ CPI പോലത്തെ സംഘടനകളാണോ അതോ പിന്നെ ഇടതുപക്ഷം എന്നുള്ളത് മറ്റൊരു ചിന്താധാരയാണോ എന്നാണ്? കാരണം ഞാൻ ഇവിടെ ഇടതുപക്ഷം എന്ന് ഈ ഫേസ്ബുക്കിലും മറ്റും നടക്കുന്ന സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM പോലുമല്ല. CPM-ഓ CPI-യോ ഇടതുപക്ഷ രാഷ്ട്രീയമോ ഒന്നുമല്ല. CPM-ന്റെ മേലങ്കി അണിഞ്ഞ് ഫേസ്ബുക്കിൽ അണിനിരക്കുന്ന അവരുടെ പെറുക്കിത്തീനികളായ ആളുകൾ മാത്രമാണ്. താങ്ക് യു. എന്തായാലും ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിച്ചപ്പോൾ വരികയും നമ്മളോട് കൂടെ നല്ല സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത 4 പേരോടും ഞാൻ എസൻസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എന്തായാലും ഗംഭീരമായൊരു ചർച്ചയായിരുന്നു. നന്ദി. താങ്ക് യു ഓൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി ഹിരോഷിനെ ക്ഷണിക്കുന്നു. സുഭാഷിന് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ മലപ്പുറം പ്രതിനിധി ജോബീഷ് വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. MP ബഷീറിന് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി പ്രജീഷ് ചന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രവീൺ രവിക്ക് മെമൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി ജസീമിനെ ക്ഷണിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കും മെമൻറ്റോ നൽകാൻ എത്തിയവർക്കും നന്ദി.